ഓക്കെ, നിങ്ങൾക്ക് PDF കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ സൂം ചെയ്യാം. ജസ്റ്റ് സ്ക്രീൻ വിസിബിൾ ആണല്ലോ, സൗണ്ടും ഓക്കെ ആണ് അല്ലെ? യെസ്, റിയ സുൽത്താന. ഓക്കെ, വിസിബിൾ ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ. ട്രാൻസിഷൻ ഫ്രം മീഡിയവൽ ടു മോഡേൺ അല്ലെ? നമ്മുടെ ഫസ്റ്റ് ക്ലാസ് മീഡിയവൽ ടു മോഡേൺ. 18th സെഞ്ചുറി അല്ലെ? 18th സെഞ്ചുറി ഈസ് കൺസിഡേർഡ് ആസ് ദി ബ്ലാക്ക് ഏജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ലേറ്റർ മുഗൾസ് ഒക്കെ പഠിച്ചു അല്ലെ? ലേറ്റർ മുഗൾസ്, ബഹദൂർ ഷാ ഒന്നാമനിൽ തുടങ്ങി ബഹദൂർ ഷാ രണ്ടാമനിൽ അവസാനിക്കുന്ന ലേറ്റർ മുഗൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ലെക്ചർ കാണുന്നതെങ്കിൽ നിങ്ങൾ ലെക്ചർ 1ഉം രണ്ടാമത്തെ ക്ലാസ്സും കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണുക. ബിക്കോസ് ഇതൊരു കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, മോഡേൺ ഇന്ത്യയുടെ ക്ലാസ്, മോഡേൺ ഹിസ്റ്ററിയുടെ ക്ലാസ് ഒരു കണ്ടിന്യൂഷൻ ബേസ്ഡ് ആണ്. ഇനി കാണാത്തവരാണെങ്കിൽ ഇപ്പം കണ്ടോളൂ, കുഴപ്പമില്ല. ബട്ട് ലെക്ചർ 1ഉം ലെക്ചർ 2ഉം എന്തായാലും കാണണം, എന്നാലേ ഒരു പ്രോപ്പർ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അത് നമ്മൾ പഠിച്ചു അല്ലെ? പിന്നീട് നമ്മൾ റൈസ് ഓഫ് ദി ബ്രിട്ടീഷ് സുപ്രീമസി അല്ലെ? ബ്രിട്ടീഷ് സുപ്രീമസി നമ്മൾ പഠിച്ചു. റൈസ് ഓഫ് ബ്രിട്ടീഷ് സുപ്രീമസി അല്ലെ? റൈസ് ഓഫ് ദ ബ്രിട്ടീഷ് സുപ്രീമസി. നമ്മളവിടെ ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സാറും അല്ലെ, അതൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ? ആംഗ്ലോ കർണാട്ടിക് വാർ. ജസ്റ്റ് ഒരു നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിപ്പോ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കയറി വരും അല്ലെ? ആംഗ്ലോ കർണാട്ടിക് വാർ നമ്മൾ പഠിച്ചു, വളരെ ഭംഗിയായി പഠിച്ചു. അതേപോലെ തന്നെ ബംഗാൾ അല്ലെ? ബംഗാൾ, ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സാർ എല്ലാം നമ്മൾ പഠിച്ചു അല്ലെ? എന്താണ് അതിന്റെ റീസൺസ് അല്ലെ? എന്തുകൊണ്ടാണ് പ്രശ്നം, എല്ലാം നമ്മൾ വളരെ ഈസി ആയി കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മൈസൂർ വാറ്. ഓക്കെ, മറാത്ത വാറ്, മൈസൂർ വാറ്, മറാത്ത വാറ്, അനക്സേഷൻ ഓഫ് ദ സിന്ധ്. ഓക്കെ, അനക്സേഷൻ ഓഫ് സിന്ധ്. പിന്നീട് നെയ്ബറിംഗ് കൺട്രീസിലേക്കുള്ള അഫ്ഗാന് ബർമ വാർ. നോട്ട് സോ ഇമ്പോർട്ടന്റ്, എന്നാലും നമ്മളത് കുറച്ച് കാര്യങ്ങൾ നോക്കണം. പിന്നീട് സിന്ധും, അവസാനം പഞ്ചാബും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രോഡ് ഐഡിയ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ യുദ്ധങ്ങളെല്ലാം കഴിയുമ്പോഴേക്ക് അവസാനം ബ്രിട്ടീഷ് അവിടെ ഒരു സുപ്രീം അതോറിറ്റി ആയി മാറും അല്ലെ? പിന്നീട് ഈ പറഞ്ഞ പോലെ അടുത്ത ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഈ പറഞ്ഞ പോലെ ചാർട്ടേഴ്സ് ആക്ട് അല്ലെ? നമ്മൾ ലക്ഷ്മികാന്തിലൊക്കെ പഠിക്കുന്ന സാധനം ചാർട്ടേഴ്സ് ആക്ട് അല്ലെ? ബ്രിട്ടീഷ് സുപ്രീമസി ഇങ്ങനെ വന്ന് ആ രീതിയിൽ നമുക്ക് പഠിക്കാറുണ്ട്. സോ ഇതാണ് ഒരു ബ്രോഡ് സ്ട്രക്ചർ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അല്ലെ? സോ വൺ തിങ് ഈസ് ദാറ്റ് പ്രോപ്പർ ആയിട്ട് റിവിഷനും ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം വളരെ ചെറിയ ടാസ്കുകൾ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഓക്കെ, ബുക്ക് റീഡ് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് റീഡ് ചെയ്യുക, ആൻഡ് ഈ ക്ലാസ് കാണുക അല്ലെ? അല്ലാതെ ഭയങ്കര ഹെക്ടിക് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ അതേപോലെ അല്ലെ ക്ലാസ്സും 2 മണിക്കൂറിനൊക്കെ താഴെയാണ് അല്ലെ? നിങ്ങളിപ്പോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ കാണാനുണ്ടാവും അല്ലെ? ഒരു ദിവസം തന്നെ എത്ര ക്ലാസ്സുകൾ കാണാനുണ്ടാവും, ഒരുപാട് പെൻഡിങ് വരും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവിടെ എന്താണ്, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇനീഷ്യൽ ഡേയ്സിൽ വളരെ കുറച്ച് ടാസ്കുകൾ മാത്രമേ തരുള്ളൂ. ബട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ടാസ്കുകളുടെ നമ്പർ ഓഫ് കൂടും. ഓക്കെ, ആദ്യത്തെ ഒരു വീക്ക് നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ലെക്ചർ 3 മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇവിടെ നമ്മൾ ആംഗ്ലോ മൈസൂർ വാറും മറാത്ത വാറും പഠിക്കും. ഓക്കെ, മറാത്ത വാറൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. ഓക്കെ, ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, ആംഗ്ലോ മൈസൂർ വാറും മറാത്ത വാറും അനക്സേഷൻ ഓഫ് ദ സിന്ധും ആംഗ്ലോ സിഖ് വാറും പഞ്ചാബ് വാറും ഒക്കെ വലിയ ടോപ്പിക്കുകളാണ്. യഥാർത്ഥത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 5 6 ഒക്കെ ക്ലാസ് എടുത്തിട്ടാണ് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക. വലിയ വാസ്റ്റ് ടോപ്പിക്കാണ്. പക്ഷെ നമ്മളിവിടെ മാക്സിമം 2 ക്ലാസ്സിൽ ഈ ടോപ്പിക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും. എക്സാം പെർസ്പെക്റ്റീവിൽ, പ്രിലിംസ് പ്ലസ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് അത് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും.
അതായത് വേണ്ടത് മാത്രം പഠിക്കുക, അത്രയേ ഉള്ളൂ. വേണ്ടത് മാത്രം പഠിക്കുക, അനാവശ്യമായിട്ടുള്ളത് ഒഴിവാക്കുക. ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആംഗ്ലോ മൈസൂർ വാർ അല്ലെ. സോ മൈസൂറുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ജസ്റ്റ് എ മിനിറ്റ് അല്ലെ. മൈസൂർ ബേസിക്കലി 16-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ സമയത്ത് മൈസൂർ വാസ് എ പാർട്ട് ഓഫ് വിജയനഗര എംപയർ അല്ലെ. നിങ്ങൾക്കറിയാം വിജയനഗര എംപയർ 16th സെഞ്ചുറിയിൽ അല്ലെ. പിന്നീട് ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ബോഡിയാർ ഡൈനസ്റ്റി, ഓക്കെ, പേരുകൾ ഓർത്തിരിക്കുക, ബോഡിയാർ ഡൈനസ്റ്റിയുടെ കീഴിലേക്ക് വരികയാണ്. ഈ ബോഡിയാർ ഡൈനസ്റ്റിയിലേക്ക് കീഴിലോട്ട് വന്നതോടുകൂടി അവിടെ രാജാവ് ചിക്ക കൃഷ്ണരാജ, ഓക്കെ, കിങ്, ഓക്കെ, കിങ്. അതൊരു ഒരു ഈ മൈസൂർ വാറിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. മൈസൂർ വാസ് എ പാർട്ട് ഓഫ് വിജയനഗര എംപറർ ആൻഡ് 16th സെഞ്ചുറി. പിന്നീട് ഇത് വോഡിയാർ ഡൈനസ്റ്റിയുടെ ഭാഗമായി, വോഡിയാർ ഡൈനസ്റ്റി, ഓക്കെ. അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കിങ് ചിക്ക കൃഷ്ണരാജ, ചിങ് കൃഷ്ണരാജ. ഈ ചിങ് കൃഷ്ണരാജയ്ക്ക് 2 മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് നഞ്ചരാജ, ഓക്കെ, പേരുകളൊന്നും ഓർത്തിരിക്കണ്ട കേട്ടോ. ഒരാളുടെ പേര് നഞ്ചരാജ, മറ്റൊരാളുടെ പേര് ഹി വാസ് ദി പ്രൈം മിനിസ്റ്റർ, മറ്റൊരാളുടെ പേര് ദേവരാജ, കമാൻഡർ ഇൻ ചീഫ്, ഓക്കെ. ഇതായിരുന്നു അവിടുത്തെ ഒരു സ്ട്രക്ചർ, ഓക്കെ, കമാൻഡർ ഇൻ ചീഫ്. അപ്പൊ ഈ നഞ്ചരാജയും ദേവരാജയും കൂടി എന്ത് ചെയ്തു? കൃഷ്ണരാജയെ ഒരു പെറ്റി റൂളറായി മാറ്റുകയാണ് ചെയ്യുന്നത്. പെറ്റി റൂളർ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം അല്ലെ. ഒരു പെറ്റി റൂളറായി മാറ്റുന്നു. പവേഴ്സ് മുഴുവനും നഞ്ചരാജയും ദേവരാജയുടെയും കയ്യിലായിരുന്നു, പ്രൈം മിനിസ്റ്ററും കമാൻഡർ ഇൻ ചീഫും. പിന്നീട് ഹൈദർ അലി, ഓക്കെ, നമ്മുടെ ടിപ്പുവിന്റെ ഫാദർ ഹൈദർ അലി, ഇവരുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മൈസൂര് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ. അതായത് ദ ഫൗണ്ടേഷൻ ഓഫ് മൈസൂർ വേർ ലെയ്ഡ് ബൈ ദ ഹൈദർ അലി ആൻഡ് ലേറ്റർ കൺസോളിഡേറ്റഡ് ബൈ ദി ഹിസ് സൺ ടിപ്പു സുൽത്താൻ. ഇതാണ്. അപ്പൊ ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്, ജസ്റ്റ് മനസ്സിലാക്കുക. ഇൻഫാക്ട് PSC ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഉത്തരവുണ്ട് അല്ലെ, മൈസൂരിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇനി ഹൈദർ അലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഹൈദർ അലി അല്ലെ, മേ ബി ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഹൈദർ അലി പേരുകളൊന്നും ഓർത്തിരിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ. ഓർത്തിരിക്കേണ്ട പേരുകൾ ഞാൻ പറയും, അത് ഓർത്തിരുന്നാൽ മതി. ആൻഡ് ഹൈദർ അലി ഹു ഈസ് ദ ഫാദർ ഓഫ് ടിപ്പു ആൻഡ് ദ ഫൗണ്ടർ ഓഫ് മൈസൂർ. 18ാം സെഞ്ചുറിയിലേക്കൊക്കെ വരുന്ന സമയത്ത് മൈസൂർ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയി മാറി. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, റീകളക്ട് ചെയ്യൂ. മുഗൾ എംപയറിന്റെ ഡിസിന്റഗ്രേഷൻ അല്ലെ, സക്സസർ, ന്യൂ സ്റ്റേറ്റ്, ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്. ആ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണ് മൈസൂർ അല്ലെ, 18th സെഞ്ചുറി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പഠിച്ച ക്ലാസ്സുകളിലെ കാര്യങ്ങൾ. നിങ്ങളിപ്പോ റീകളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും അല്ലെ. സോ ഹൈദർ അലി മൈസൂർ ആർമിയിലെ ഒരു പെറ്റി ഓഫീസർ ആയിരുന്നു, ഓക്കെ, ഒരു പെറ്റി ഓഫീസർ ആയിരുന്നു ഹൈദർ അലി. ഹി വാസ് അൺഎഡ്യൂക്കേറ്റഡ്, ഓക്കെ, അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നാലും ഹി വാസ് എ ഗ്രേറ്റ് മാൻ ഓഫ് എനർജി ആൻഡ് ഇന്റലക്ട്, ഓക്കെ. പിന്നീട് 1761 ബ്രില്യന്റ് ഹൈദർ അലി എന്ത് ചെയ്തു? നഞ്ചരാജയെ ഓവർത്രോൺ ചെയ്തുകൊണ്ട് മൈസൂര് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈദർ അലി ബേസിക്കലി ഒരു ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യാൻ നല്ലതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആ സമയത്ത് കണ്ടംപററി ആയിട്ടുള്ള റൂളേഴ്സ് ഉണ്ടല്ലോ, മറാത്താസ്, ഓക്കെ, മറാത്താസ്, അതേപോലെ തന്നെ നിസാം, ഇംഗ്ലീഷ്
ഇവരോടൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാഷുകൾ ഹൈദർ അലിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ബിക്കോസ് ഹൈദർ അലിയുടെ എക്സ്പാൻഷൻ പോളിസി ഇങ്ങനെ ഈ ടിപ്പുവിന്റെ മൈസൂർ എംപയർ ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ആ സമയത്തുണ്ടായ മറാത്താസിനും നിസാമിനും ഒക്കെ ശത്രുത തോന്നുന്നുണ്ട്. ഈ മറാത്താസ് ഒക്കെ എന്താണ് റെയ്ഡ് ചെയ്യുന്നുണ്ട് മൈസൂർ. ഓക്കെ, മൈസൂർ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി, ഇവര് തമ്മിൽ ഒരു ശത്രുത ഉണ്ടായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തണം. പക്ഷേ ഹൈദർ അലിയെ സംബന്ധിച്ചിടത്തോളം ഹി മോഡേണൈസ്ഡ് ഹിസ് ആർമി. ഓക്കെ, മോഡേണൈസ്ഡ് ഹിസ് ആർമി ഇൻ യൂറോപ്യൻ ലൈൻസ്. യൂറോപ്യൻ മാതൃകയിൽ തന്റെ ആർമിയെ മോഡേണൈസ് ചെയ്യാൻ ഹൈദർ അലി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള ആർമി ഹൈദർ അലിക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്രഞ്ച് എക്സ്പേർട്ടിന്റെ സഹായങ്ങൾ, ഫ്രഞ്ച് കമാൻഡേഴ്സിന്റെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ ആർമി, ഹൈദർ അലി എന്ത് ചെയ്തു, തന്റെ ആർമിയെ നല്ല രീതിയിൽ മോഡേണൈസ് ചെയ്യുകയും ഡിണ്ടിംഗ്വൽ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഡിണ്ടിംഗ്വല് മോഡേൺ ആർസനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോഡേൺ ആർസനൽ എന്ന് പറഞ്ഞാല് വെപ്പൻശാല. ഓക്കെ, വെപ്പൻശാല, ആയുധശാല. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർമിയിലേക്ക് ഫസ്റ്റ് ഇന്ത്യൻ കൺട്രോൾഡ് കോപ്സ് ഓഫ് സിപ്പോയ്, ആർമഡ് വിത്ത് ഫയർ ലോക്സ്, ആർട്ടിലറി സെർവ്ഡ് ബൈ യൂറോപ്യൻസ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാല് ഹി മോഡേണൈസ്ഡ് ഹിസ് ആർമി. ഓക്കെ, അതായത് ഫ്രഞ്ചിന്റെ സഹായത്തോടു കൂടിയും ഈ പറഞ്ഞ പോലെ വെപ്പൺസും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആർമി ഹൈദർ അലിക്ക് ഉണ്ടായിരുന്നു. ഇത് തന്നെ ആയിരിക്കണം മറാത്താസിനും നിസാമിനൊക്കെ ഇവര് നമ്മുടെ ടെറിട്ടറീസിലൊക്കെ കയറി വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആക്രമിച്ചിട്ട് ഉണ്ടാവുക. പിന്നീട് ഹൈദർ അലി സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിലാണ് മരണപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താൻ വരുന്നു, അല്ലെ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ബാക്ക്ഗ്രൗണ്ട് ഹൈദർ അലി. ഓക്കെ, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാനിപ്പം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ. ഇങ്ങനെയാണല്ലേ ഓർത്തിരിക്കുക. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഈ ഹൈദർ അലി ക്യാൻസർ വന്നിട്ടാണ് മരിക്കുന്നത്. ഓക്കെ, ഹി ഡൈഡ് ക്യാൻസർ. അതിനുശേഷം ടിപ്പു സുൽത്താൻ വരുന്നു, അല്ലെ. ടിപ്പു സുൽത്താന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോവാം. ടിപ്പു സുൽത്താൻ ഒരുപാട് കാര്യങ്ങൾ ടിപ്പു സുൽത്താനെ കുറിച്ച് പറയാനുണ്ട്. ടിപ്പു സുൽത്താൻ ഹി ബിഗാൻ ടു സെൻട്രലൈസ് ദ പവർ. അതായത് സിവിലും മിലിറ്ററിയും അഡ്മിനിസ്ട്രേഷനും എല്ലാം ടിപ്പു സുൽത്താന്റെ എല്ലാം ഒറ്റയ്ക്ക് ടിപ്പു സുൽത്താൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടുവന്നു. ഈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് ഡിഫറെന്റ് ഹെഡ് ഉണ്ടെങ്കിലും എല്ലാത്തിന്റെയും മെയിൻ ആയിട്ട് സെൻട്രലൈസ് ദ പവർ, ആ ഒരു വാക്ക് ആലോചിക്കുക. ഈ സെൻട്രലൈസ്ഡ് ദ പവർ. ഓക്കെ, അതേപോലെ തന്നെ 1787 ഹി അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് പാദ്ഷാ. പാദ്ഷാ ചോദിക്കാം, PSC ചോദിക്കാം. In 1789, which of the rulers in India assumed the title of Padshah himself? ചോദിക്കാം, അല്ലെ. അപ്പൊ ടിപ്പു സുൽത്താനാണ് ആ ഉത്തരം, അല്ലെ. പിന്നീട് ഇഷ്യൂഡ് കോയിൻസ് ഓൺ ഹിസ് ഓൺ നെയിം. സ്വന്തം പേരിൽ കോയിൻ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നീട് സനദ് ഓൾസോ സോട്ട്. സനദ് എന്ന് പറഞ്ഞാല് ആ സമയം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓട്ടമൻ എംപയറിൽ നിന്ന് തന്റെ ഭരണം ഒന്ന് ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സനദ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബേസിക്കലി ഇപ്പൊ വൺ ഓഫ് ദ പവർഫുൾ എംപയർ ആയിരുന്നു ആ സമയത്ത് ഓട്ടമൻ എംപയർ. അപ്പൊ ടിപ്പു സുൽത്താൻ ഇവിടെ ഭരിക്കുന്നുണ്ട് മൈസൂർ. അപ്പൊ അവരെ ഒന്നും കൂടിയല്ല, അവരൊന്ന് നമുക്ക് ഇങ്ങനെ പറയാന് ഒന്ന് ഒതോറിസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, ഈ ഓട്ടമൻ എംപയർ ടിപ്പു സുൽത്താനെ ഒന്ന് ഒതോറിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിപ്പു സുൽത്താനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്, അല്ലെ. ബിക്കോസ് വലിയൊരു ഒതോറിറ്റി എന്റെ ഭരണം ഒതോറിസ് ചെയ്തു, അല്ലെ. ആ രീതിയിൽ സനദ് അത് ഓർത്തിരിക്കുക.
അതേപോലെ തന്നെ മുഗൾസുമായിട്ട് ടിപ്പു സുൽത്താനിന് വേണ്ട രീതിയിൽ ഓക്കെ എപ്പോഴൊക്കെയോ തന്റെ രീതിയിൽ തന്റെ കാഴ്ചപ്പാടുകളിൽ വെന്നെവർ ഹി നീഡഡ് മുഗൾസിനെ സപ്പോർട്ട് ചെയ്യുകയും മുഗൾസിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലെ, റെസിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ മുഗൾസിനെ ഓൾ ദ വൈസ് സപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല. തന്റെ രീതിയിൽ, അതായത് നല്ലതാണെന്ന് തോന്നുന്ന സമയത്ത് മുഗൾസിനെ പ്രൊമോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. ജസ്റ്റ് ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. പിന്നീട് നമുക്ക് ജനറൽ പബ്ലിക്കുമായി വന്ന സമയത്ത് ഹി വാസ് എ ഗ്രേറ്റ് റൂളർ. ഓക്കെ, ജനങ്ങളുടെ വെൽഫെയറും ഹാപ്പിനെസ്സും ഒക്കെ ടിപ്പു സുൽത്താനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. ഓക്കെ, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ഹാപ്പിനെസ് ഓഫ് ദ പീപ്പിൾ, അതൊക്കെ ടിപ്പു സുൽത്താൻ നല്ല രീതിയിൽ ടുക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരെ ഒരു ത്രെഡായി കാണുകയും അതുകൊണ്ട് തന്നെയാണ് ഫ്രഞ്ചുമായി അലയൻസ് സ്ഥാപിക്കുകയും അതെ ഹൈദരാലി ചെയ്ത പോലെ തന്നെ ടിപ്പു സുൽത്താൻ അത് കണ്ടിന്യൂഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിനോട് ശത്രുത തോന്നാനുള്ള റീസൺ, വൺ ഓഫ് ദ റീസൺ അല്ലെ. അതേപോലെ തന്നെ ടിപ്പു ബിൽഡ് സ്ട്രോങ് നാവി. ഓക്കെ, സ്ട്രോങ് നാവി അല്ലെ, മെയ്ഡ് എഫേർട്ട് ടു ബിൽഡ് സ്ട്രോങ് ആർമി. അതേപോലെ തന്നെ എക്കണോമിക്കലി പറയുകയാണെങ്കിൽ ഇൻലാൻഡ് ആയിട്ടുള്ളതും ഫോർലാൻഡ് ട്രേഡും, ഈ ട്രേഡുകളെല്ലാം ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ടൈറ്റ് ഇമ്പോസ്ഡ് റെഗുലേഷൻസ് കൺട്രോൾസും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ട്രേഡ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ സെക്ട് നമ്പർ ഓഫ് ഫാക്ടറീസ് ഇൻ മൈസൂർ ടെറിട്ടറി. ഓക്കെ, ഷുഗർ ഫാക്ടറി, സിൽക്ക് ഫാക്ടറി, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. തന്റെ റൂള് ഓക്കെ ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തു, നമ്പർ ഓഫ് മിഷനറീസിന് ഫ്രാൻസില്, ടർക്കിയില്, ഇറാനില്, മ്യാൻമാറിൽ അല്ലെ. സോ ടിപ്പു സുൽത്താൻ വാസ് ട്രൈയിങ് ടു ബിൽഡ് ഇന്റർനാഷണൽ റിലേഷൻ അല്ലെ, ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെ, ബാക്കിയുള്ള രാജ്യങ്ങളിൽ തന്റെ പ്രതിനിധിയെ അയച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ റിലേഷൻസിൽ ആ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ അയൺ കാസ്റ്റ് റോക്കറ്റ് ടെക്നോളജി, modernization of the agriculture. Okay, worked for the modernization of the agriculture and introduced sericulture in Mysore. Sericulture, silk culture. അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഹി ആക്ടഡ് അല്ലെ, ഈ പറഞ്ഞ പോലെ സിവിൽ പവറും പൊളിറ്റിക്കൽ പവറും മിലിറ്ററി അതോറിറ്റിയും എല്ലാം ടിപ്പു സുൽത്താൻ ഹി സെൻട്രലൈസ്ഡ് പവർ അല്ലെ. അതായത് വസീറിന്റെ, പ്രൈം മിനിസ്റ്ററിന്റെ ഒന്നും ഓഫീസ് ഉണ്ടായിരുന്നില്ല. പകരം ഓരോരോ ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഹെഡ് ഉണ്ട് അല്ലെ, വേറെ രീതിയിൽ അല്ലെ. ബിക്കോസ് ടിപ്പു നോസ് അല്ലെ, ഇങ്ങനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടാവാം ടിപ്പു അത് ചെയ്തിട്ടില്ല. ബിക്കോസ് ഹി സെൻട്രലൈസ് ദ പവർ. ടിപ്പു സുൽത്താനെ കുറിച്ച് എക്സാമിന് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ ടിപ്പു ട്രീ ഓഫ് ലിബർട്ടി അല്ലെ, ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഹി വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെ. ട്രീ ഓഫ് ലിബർട്ടി അല്ലെ, PYQ ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കാര്യം പ്രിലിംസിന് ചോദിക്കാം അല്ലെ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത്, PDF-നേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പറയും. അപ്പൊ ക്ലാസ് എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെ. ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ നിൽക്കും അല്ലെ. എക്സാമിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നാലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, മൈസൂർ എന്തുകൊണ്ടാണ് മോഡേണൈസേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. യു ക്യാൻ ഗെറ്റ് ആൻസർ ഫ്രം മെമ്മറി അല്ലെ. ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലെ. ഫ്രഞ്ച് റെവല്യൂഷനുമായി ടിപ്പു സുൽത്താൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എംബ്ലംസ് ടിപ്പു സുൽത്താൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രീ ഓഫ് ലിബർട്ടി ഇൻ ശ്രീരംഗപട്ടണം. ഓക്കെ, ശ്രീരംഗപട്ടണം ക്യാപിറ്റൽ ആണ്, മൈസൂറിന്റെ ക്യാപിറ്റൽ ആണ്. എന്നിട്ട് അതേപോലെ തന്നെ ജക്കോബിൻ ക്ലബിന്റെ ഒരു മെമ്പറായി മാറുകയും സ്വയം ഒരു സിറ്റിസൺ ടിപ്പു എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ജക്കോബിയൻ ക്ലബ് വേഴ്സിന. അതേപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് ഉണ്ട്, better to live a day as a lion than a lifetime as a sheep. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇതൊരു ടിപ്പുവിന്റെ ഫേമസ് സേയിങ് ആണ് അല്ലെ. better to live a day as a lion than a lifetime as a sheep. പിന്നീട് 1799 4-ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെടുകയാണ് ചെയ്യുന്നത്.
അല്ലെ? സോ ഇതാണ് ബേസിക്കലി ഹൈദർ അലിയും ടിപ്പുവിന്റെയും ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ആൻഡ് ദിസ് ഈസ് ഇനഫ്. ഓക്കെ. പ്രിലിംസിലല്ല, മെയിൻസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പോ കാണിച്ചു തരാം. ജസ്റ്റ് എ മിനിറ്റ്. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം നൽകാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വാട്ട് വേർ ദി, ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ പ്രിലിംസിന് ചോദിച്ചാണ് കഴിഞ്ഞ തവണ. വാട്ട് വേർ ദി modern policies, അല്ലെ? modern policies of Mysore rulers that transformed the traditional society of Malabar. 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. ഓക്കെ, 5 വരിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെ? അപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കാം, അല്ലെ? ജസ്റ്റ് ഒന്ന് ഉത്തരം പറഞ്ഞേ, നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ. വാട്ട് വേർ ദ മോഡേൺ പോളിസീസ് ഓഫ് മൈസൂർ റൂളേഴ്സ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ദ ട്രഡീഷണൽ സൊസൈറ്റി ഓഫ് മലബാർ, അല്ലെ? ഇവിടെ പോളിസീസ് ഓഫ് മൈസൂർ റൂളേഴ്സ്, റൈറ്റ്. എന്തൊക്കെ പറയാം നിങ്ങൾക്ക്? അഗ്രികൾച്ചർ റിഫോംസ്, ഗുഡ് അല്ലെ? അഗ്രികൾച്ചറൽ റിഫോംസ് അല്ല, 5 വരിയാണേ ഉള്ളൂ, അത് ആലോചിക്കണം കേട്ടോ. ചുമ്മാ നമുക്ക് ഉപന്യാസം ഒന്നും എഴുതാനുള്ള സ്ഥലമില്ല, ഓൺലി 5 വരി മാത്രമേ നിങ്ങൾക്കുള്ളൂ. അഗ്രികൾച്ചറൽ റിഫോംസ്, റൈറ്റ്. അഗ്രികൾച്ചറൽ റിഫോംസ് അല്ലെ? അഗ്രികൾച്ചറൽ റിഫോംസ്, അതിന്റെ കൂടെ എന്തൊക്കെ പറയാം, അല്ലെ? മോഡേണൈസ്ഡ് അഗ്രികൾച്ചറൽ റിഫോംസ്, അല്ലെ? സെറികൾച്ചർ, ഇംപ്രൂവ്ഡ് സെറികൾച്ചർ, അല്ലെ? നമ്മൾ പോയിന്റുകൾ കൊടുക്കുകയാണ്. ഇംപ്രൂവ്ഡ് സെറികൾച്ചർ, സിൽക്ക്. സെൻട്രലൈസ്ഡ് ദി അഡ്മിനിസ്ട്രേഷൻ, റൂബിനി സച്ചിൻ, അല്ലെ? ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ, അഗ്രികൾച്ചറൽ റിഫോംസ്. ഇനി അടുത്ത പോയിന്റ് വരൂ, നിങ്ങൾ പോയിന്റ് പറയൂ. അല്ലെ? അടുത്ത പോയിന്റ്, സെറ്റ് നമ്പർ ഓഫ് ഫാക്ടറീസ്, അല്ലെ? സെറ്റ് നമ്പർ ഓഫ് ഫാക്ടറീസ് ഇൻ മൈസൂർ, വരട്ടെ. സെറ്റ് നമ്പർ ഓഫ് ഫാക്ടറീസ് ഇൻ മൈസൂർ, അല്ലെ? ഷുഗർ ഫാക്ടറി, സിൽക്ക് ഫാക്ടറീസ്, യെസ്. ഡെമോക്രാറ്റിക് ഡിപ്ലോമസി, ഫാക്ടറീസ് ലൈക്ക് ഷുഗർ. നമ്മൾ പഠിച്ച കാര്യത്തിലേക്ക് എഴുതിവാ, അല്ലെ? ഇതിപ്പോ അഗ്രികൾച്ചർ റിഫോംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ കാര്യം എഴുതാതെ അടുത്ത ഡയമെൻഷനിലേക്ക് വാ. രണ്ടാമത്തെ പോയിന്റ്, സെറ്റ് നമ്പർ ഓഫ് ഫാക്ടറീസ് ഇൻ മൈസൂർ, അല്ലെ? രണ്ടാമത്തെ പോയിന്റ്, അതിനെക്കുറിച്ച് 2 വരി എഴുതാം. അതിന് 5 വരെ നമുക്കുള്ളൂ. അടുത്ത പോയിന്റിലേക്ക് വാ. അതായത് ഞാൻ കഴിഞ്ഞ തവണ മെയിൻസ് എഴുതിയപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേറ്റ് ആൻസേഴ്സ് ഇൻ നമ്പർ ഓഫ് ഡയമെൻഷൻ, അല്ലെ? ഈ അഗ്രികൾച്ചർ റിഫോംസ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മാത്രം എഴുതാതെ ഒരുപാട് പോയിന്റ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ആ സമയത്ത് എഴുതുക. അതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലെ? സെറ്റ് നമ്പർ ഓഫ് ഫാക്ടറീസ് ഇൻ മൈസൂർ, ഷുഗർ, സിൽക്ക്, എക്സെട്ര. എന്ത് പറയാം? അടുത്ത പോയിന്റ് വരട്ടെ, അടുത്തൊരു ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു പോയിന്റ് വരട്ടെ. ട്രാൻസ്പോർട്ടേഷൻ, മോഡേണൈസ്ഡ് ആർമി, അല്ലെ? മോഡേണൈസ്ഡ് ആർമി ഇൻ ദി യൂറോപ്യൻ ലൈൻ. വെൽഫെയർ ഓഫ് ദ പീപ്പിൾ,
അല്ലെ? ടിപ്പുവിന്റെ പേര് പറയാം. ടിപ്പു, വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ആൻഡ് ഹാപ്പിനെസ് ഓഫ് ദ പീപ്പിൾ, അല്ലെ? അങ്ങനെ ഒരുപാട് ഡയമെൻഷൻസിൽ ഉത്തരം എഴുതാൻ നോക്കുക. ഹാപ്പിനെസ് ഓഫ് ദ പീപ്പിൾ. നിങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ആൻസർ റേറ്റ് ചെയ്തിട്ടൊന്നും ശീലം ഉണ്ടാവില്ല. ബട്ട് ഈ രീതിയിലാണ് ഉത്തരം എഴുതേണ്ടത്. ഡിഫറെന്റ് ഡയമെൻഷൻസിൽ ഒരുപാട് പോയിന്റ്സുകൾ കൊണ്ടുവരാം. അല്ലാതെ ഒരു പോയിന്റ്സ് 2 പോയിന്റ്സ് ഇങ്ങനെ ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഡിഫറെന്റ് ഡയമെൻഷൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഷാറൂഖ്, ബിഗിനിങ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ്, അതൊക്കെ കുറച്ച് ഔട്ട് ഓഫ് ലൈൻ ആയില്ലേ ആ പോയിന്റ്? ഷാറൂഖ്, അതെ, എത്ര സ്ഥലമേ നിങ്ങൾക്കുള്ളൂ, ഇത്ര പോയിന്റുകൾ എഴുതാനുള്ള സ്ഥലമേ നിങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതും ലിമിറ്റഡ് ടൈമേ നിങ്ങൾക്കുള്ളൂ. ടിപ്പുവിനെ കൺസിഡർ ചെയ്തോളം ടിപ്പു വാസ് എ ഗ്രേറ്റ് ലേണർ, അല്ല? നല്ല രീതിയിൽ ബുക്കുകൾ വായിക്കുകയും അതേപോലെ തന്നെ ലൈബ്രറീസ് സെറ്റപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് സബ്ജക്റ്റിൽ ഡിഫറെന്റ് ഓഫ് ലൈബ്രറീസ്, ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റും. പക്ഷെ സ്ഥലമില്ല. ഇനിയിപ്പോ അടുത്ത തവണ കുറച്ചുകൂടി സ്ഥലം തരുവാണെങ്കിൽ നമുക്ക് എഴുതാൻ സ്ഥലമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കഴിഞ്ഞ തവണ എങ്ങനെയാണോ എക്സാം ചോദിച്ചത് അതേ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യാം. ഓക്കെ, അതേ രീതിയിൽ തന്നെയായിരിക്കും എക്സാം ഒക്കെ ഉണ്ടാവുക. 3 മാർക്കിന് 5 വരിയും 5 മാർക്കിന് 10, 17, 14 വരിയുമാണല്ലേ? സോ ഇതാണ്. ഓക്കെ, സോ നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. സോ കം ടു ദ പോയിന്റ്. ഫസ്റ്റ്, ആംഗ്ലോ മൈസൂർ വാർ. എന്താണ് ബാക്ക്ഗ്രൗണ്ട്? This chapter talks about the rise of prestigious East India Company in India from a regional power to an imperial power through the context of mega empires like Mysore and Marathas. അല്ലെ? അതായത് മൈസൂറിനെയും മറാത്താസിനെയും ഓൾറെഡി ബംഗാളും, അല്ലെ, ബംഗാൾ പിടിച്ചടക്കി. ഇനി ഓരോരോ ടെറിട്ടറി ഇങ്ങനെ പിടിച്ചു പോവാണ്. അപ്പോ ഈ മൈസൂർ യുദ്ധവും മറാത്താസ് യുദ്ധവും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിന്റെ ഒരു ഇന്ത്യയിലെ ടെറിട്ടറീസ് മുഴുവനായിട്ട് പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധമാണ്, അല്ലെ? ഇംപീരിയൽ പവർഫുൾ ആയിട്ടുള്ള എംപയർ ആയി മാറുന്നു. മൈസൂർ ഒറിജിനലി എ വൈസ്രോയ് ഓഫ് വിജയനഗര എംപയർ ഇൻ ദ 16th century. ഇനീഷ്യലി ഇറ്റ് വാസ് റൂൾഡ് ബൈ വോഡിയാർ ഡൈനസ്റ്റി, ഡിസ്കസ് ചെയ്തതാണ്. ലേറ്റർ പാസ്ഡ് ഓൺ ദ ഹാൻഡ് ഓഫ് ദ മിനിസ്റ്റർ ആൻഡ് അൾട്ടിമേറ്റ്ലി, അല്ലെ, മിനിസ്റ്റേഴ്സിന്റെ കയ്യിലായിരുന്നു, അല്ലെ? പ്രധാനമന്ത്രി, കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു, പപ്പറ്റ് റൂളർ ആയിരുന്നു അവിടുത്തെ രാജാവ്. Ultimately, the power was seized by the Hyder Ali, a petty officer in the Indian Army. ഹൈദർ അലിയെ കുറിച്ചും ടിപ്പു സുൽത്താനെ കുറിച്ചും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കുറെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ യു ടു റൈറ്റ് ഇൻ ദി മെയിൻസ്. ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ സൗത്ത്, അല്ലെ? ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ സൗത്ത് ഇന്ത്യ, കുറച്ച് പോയിന്റ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ബേസിക്കലി, അല്ലെ, എന്താണ് ഇതിന്റെ ഒരു, ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഈ അറ്റാക്ക് നടക്കാനും ഇതിനൊക്കെ. ഓക്കെ, ഇതൊക്കെ കുറെ വർഷം കൊണ്ട് നീണ്ടുനിൽക്കുന്ന റീസൺസ് ഉണ്ടാവും, അല്ലെ? ഹൈദർ ആൻഡ് ടിപ്പുസ് ഡോമിനൻസ് ഓവർ ദ റിച്ച് ട്രേഡ് ഓഫ് മലബാർ കോസ്റ്റ് വാസ് സീൻ ആസ് എ ത്രെഡ് ടു ഇംഗ്ലീഷ് കമ്പനി, പെർട്ടിക്കുലർലി ഇൻ പെപ്പർ ആൻഡ് കാർഡമോം, അല്ലെ? അതായത് ഹൈദറിന്റെയും ബേസിക്കലി ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഈ കമ്പനി, അല്ലെ, ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ആദ്യ കാലങ്ങളിൽ അവരുടെ ഫോക്കസ്. പിന്നീടാണ് അവർ ടെറിട്ടറീസ് കീഴടക്കി വരുന്നത്, അല്ലെ? അപ്പൊ ആ സമയത്ത് ടിപ്പുവിന്റെയും ഹൈദർ അലിന്റെയും ഈ മലബാർ കോസ്റ്റിലേക്കുള്ള റിച്ച് ട്രേഡ്, ഇത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു പ്രോബ്ലം ആയി കണ്ടു, പെർട്ടിക്കുലർലി പെപ്പർ ആൻഡ് കാർഡമോം. ഇത് 1775 ടിപ്പു എന്ത് ചെയ്തു? ഒരു എംബാർഗോ എന്ന് പറഞ്ഞാൽ കയറ്റുമതി നിർത്തലാക്കി. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ടിപ്പു ഈ പെപ്പറും ഈ കുരുമുളകും കാർഡമവും എക്സ്പോർട്ട് ചെയ്യുന്നത് തടഞ്ഞു. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ത്രൂ ഔട്ട് ഇറ്റ്സ് പോർട്ട്, അല്ലെ? അതായത് ടിപ്പുവിന്റെ കീഴിലുള്ള പോർട്ടുകളിൽ ഇത് തടഞ്ഞു വെച്ചു. അതേപോലെ തന്നെ 1788 ഹി ക്ലിയർലി ഫോർബൈ ദി ഡീലിംഗ്സ് വിത്ത് ഇംഗ്ലീഷ് ട്രേഡർ, അല്ലെ? അതായത് ബ്രിട്ടീഷുകാരെ വരച്ച വരയിൽ നിർത്താൻ ടിപ്പു ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൈസൂർ വാസ് സീൻ ആസ് എ ത്രെഡ് ടു ഇംഗ്ലീഷ് കൺട്രോൾ ഓവർ മദ്രാസ്, അല്ലെ? മൈസൂർ ആൻഡ് മദ്രാസ് ക്ലോസ്ലി റിലേറ്റഡ്. വൈൽ ഫ്രഞ്ച് അലയൻസ് വിത്ത് മൈസൂർ വാസ് സീൻ ആസ് എ ത്രെഡ് ടു ഇംഗ്ലീഷ് ഡോമിനൻസ്, അല്ലെ? ആ സമയത്ത് തന്നെ നമ്മൾ പഠിച്ചു, അല്ലെ? ഫ്രഞ്ച് ഡോമിനേഷൻ നല്ല രീതിയിൽ ഫ്രഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഹൈദർ അലി ആണെങ്കിലും ടിപ്പു ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ബ്രിട്ടീഷ് ഹോം ഗവൺമെന്റ് നീഡ് ഫിനാൻസസ് ഫോർ ദ ഗ്രോയിങ് എക്സ്പെൻഡിച്ചർ ഓഫ് നെപ്പോളിക് വാർസ്, അല്ലെ? നെപ്പോളിയന് യുദ്ധം ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്, അല്ലെ? നെപ്പോളിയൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യാനൊക്കെയുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെ? ഈജിപ്തും സിറിയും ഒക്കെ പിടിച്ചു വെച്ചിട്ട് പിന്നീട് ഇന്ത്യ, അല്ലെ, റഷ്യൻ റൂളറുമായിട്ടുള്ള ഒരു
ഒരു ഒത്തൊരുമയിൽ ഇന്ത്യ ഇൻവേഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യണം അല്ലെ. ഇനി നിങ്ങളുടെ എക്സാമിന് PSC ചോദിക്കുകയാണ്, വാട്ട് വേർ ദ റീസൺസ് ഫോർ ദ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ സൗത്ത് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദിസ് പോയിന്റ്സ്. മനസ്സിലായോ? 5 മാർക്കിനാണെങ്കിൽ 14 വരി എഴുതാനുള്ള പോയിന്റ്സ് ഇവിടെ ഉണ്ട് അല്ലെ. 3 മാർക്കിന് ചോദിച്ചാൽ അതും പോയിന്റ്സ് ഇവിടെ ഉണ്ട് അല്ലെ. ഇതൊക്കെ നിങ്ങൾ പല ഡയമെൻഷൻസിൽ ഉത്തരം എഴുതണം അല്ലെ. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷിന്റെ എക്സ്പാൻഷൻ ഇൻ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായത് അല്ലെ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, എന്തുകൊണ്ടാണ് ഫ്രാൻസും ബ്രിട്ടീഷും ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നത് അല്ലെ. ആ സമയത്ത് മറാത്താസ് പവർഫുൾ ആയിരുന്നു, എല്ലാം നമ്മൾ പഠിച്ചു. അതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ സൗത്ത് ഇന്ത്യ, വാട്ട് വേർ ദ റീസൺസ് ഫോർ ദ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ സൗത്ത് ഇന്ത്യ അല്ലെ. ട്രേഡ് ഡോമിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പെപ്പറും കാർഡമണും, അതേപോലെ തന്നെ ടിപ്പുവിന്റെ എംബാർക്കോ എക്സ്പോർട്ട് നിരോധിക്കലും, ഇംഗ്ലീഷുകാരെ ട്രേഡിൽ ഒന്നൊന്ന് പിടിച്ചു വെക്കാൻ നോക്കിയതും, ഫ്രാൻസിന്റെ ഡോമിനേഷനും, അങ്ങനെയൊക്കെയുള്ള നെപ്പോളിക് വാസ് അല്ലെ. നെപ്പോളിയൻ അവിടെ യുദ്ധം ചെയ്ത് പിടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ മീറ്റ് ചെയ്യാൻ ഈ ഗവൺമെന്റിന് അല്ലെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഫണ്ട് വേണമായിരുന്നു. അപ്പൊ അതിനൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ ഒരു റീസൺ. സോ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. ഓക്കെ, ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ 1767 to 1769. ഓക്കെ, അതായത് ഞാൻ ചുമ്മാ നിങ്ങളെ ഇപ്പോ ഒരു ഫ്രീ ഇനീഷ്യേറ്റീവ് ആണെങ്കിലും ചുമ്മാ ഈ ആംഗ്ലോ ഫസ്റ്റ് തന്നെ എന്താണ് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ വന്നിട്ട് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ അല്ല, സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ, ഇന്ന കാര്യം ഇന്ന യുദ്ധം അല്ലെ. ബേസിക്കലി ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മെയിൻസിനാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ് അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള അല്ലെ, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരുപാട് പോയിന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെ. ഫസ്റ്റ് ആംഗ്ലോ വാറിലേക്ക് വരികയാണ്. മൈസൂർ അലയൻസ് വിത്ത് ഫ്രഞ്ച് അലോങ് വിത്ത് ദ മൈസൂർ ഡിസ്പ്യൂട്ട് വിത്ത് ദ നവാബ് ഓഫ് കർണാട്ടിക്. ആ സമയത്ത് മുഹമ്മദ് അലി ആയിരുന്നു കേട്ടോ. ഇതാണ് വൺ ഓഫ് ദ റീസൺ അല്ലെ. വാട്ട് വേർ ദ റീസൺസ് ഫോർ ദി ഇമ്മീഡിയറ്റ് റീസൺസ് ഫോർ ദി മൈസൂർ വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ അലയൻസ് വിത്ത് ഫ്രഞ്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. ബ്രിട്ടീഷുകാർക്ക് അത് താങ്ങാൻ പറ്റില്ല അല്ലെ. റിവാൽവറി ഓവർ ദി കൺട്രോൾ ഓഫ് നോർത്തേൺ സർക്കാസ് അല്ലെ. നോർത്തേൺ സർക്കാസ് എന്താണ്, ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് ഒന്നുകൂടി പറയാം. ഓക്കെ, ഇന്ത്യ, ഇത് ബംഗാൾ, ജസ്റ്റ് ഒരു മോഡലിന് റെഫറൻസിന് വേണ്ടി പറയാണ്. ഇവിടെ ഒരു ഏരിയ ഉണ്ട്, നോർത്തേൺ സർക്കാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് ഉണ്ട്. ബേസിക്കലി ഇത് ഹൈദരാബാദ് നവാബിന്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, നോർത്തേൺ സർക്കാസ്. ഇവിടെ എന്താണ്, മദ്രാസ് അല്ലെ, മദ്രാസ്. സോ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ നിന്ന് മിലിറ്ററി ആർമിയെ കൊണ്ടുവരാൻ ഈ വഴിയിലൂടെ കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ അതാണ് നോർത്തേൺ സർക്കാസിനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ അത് പിടിച്ചെടുക്കാനൊക്കെയുള്ള ആഗ്രഹം. അതാണ് ഓക്കെ, നോർത്തേൺ സർക്കാസ്. ബംഗാളും ഈ പറഞ്ഞ പോലെ മദ്രാസിനും ഇടയിലുള്ള വഴി കുറക്കും, ട്രാൻസ്പോർട്ടേഷൻ കുറക്കും. ഇത് ആരുടെ കീഴിലായിരുന്നു? നവാബ് ഓഫ് ഹൈദരാബാദിന്റെ കീഴിലായിരുന്നു കേട്ടോ. ഹൈദരാബാദിന്റെ കീഴിലാണ്. പെട്ടെന്ന് മിലിറ്ററി ഒക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ അല്ലെ, ആർമീസിനൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. ദാറ്റ്സ് ഇറ്റ്. സോ റിവാൽവറി ഓവർ ദ കൺട്രോൾ ഓഫ് നോർത്തേൺ സർക്കാസ് അണ്ടർ ദി നിസാം ഓഫ് ഹൈദരാബാദ്. കമ്പനി വാണ്ടഡ് ടു ഓവർലാൻഡ് കണക്ഷൻ ബിറ്റ്വീൻ മദ്രാസ് ആൻഡ് ബംഗാൾ. നമ്മളിപ്പോ പഠിച്ചു. സോ ദ കമ്പനി ട്രൈൻഡ് ട്രീറ്റി വിത്ത് നിസാം ഓഫ് ഹൈദരാബാദ് അല്ലെ. ഹൈദരാബാദ് നിസാമുമായിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. എന്തിന്? ഈ നോർത്തേൺ സർക്കാസിനെ കമ്പനിയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ റിട്ടേൺ കമ്പനി പ്രോമിസ്ഡ് ടു ഗിവ് ദി മിലിറ്ററി സപ്പോർട്ട്. ഓക്കെ, ഹൈദരാബാദ് നിസാം ഇനീഷ്യലി അത് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ പിന്നീട് ലാക്ക് ഓഫ് ഫണ്ടിന്റെ കാരണങ്ങളൊക്കെ കൊണ്ട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറാത്താസ് നിസാം ഓഫ് ഹൈദരാബാദ് ആൻഡ് ഇംഗ്ലീഷ് entered a tri-party treaty against Hyder Ali and attacked Mysore in 1764. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അല്ലെ, മൈസൂറിന്റെ ഒരു ഗ്രോത്ത്, മൈസൂർ വാസ് ഗ്രോയിങ് ടു ഫാസ്റ്റ് അണ്ടർ ദ ഹൈദർ അലി അല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോവാം. അപ്പോൾ ഡെഫിനറ്റ്ലി ആ സമയത്ത് ഉണ്ടായിരുന്ന കണ്ടംപററി ആയിട്ടുള്ള റൂളേഴ്സ് ആയിട്ടുള്ള മറാത്താസിനും നിസാമിനും ഒക്കെ അതൊരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും കൂടി എന്ത് ചെയ്തു? മൈസൂറിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ് 1716. ഹൈദർ അലി എന്ത് ചെയ്തു? പക്ഷെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൈദർ അലി നേരെ പോയി നിസാമിനോടും മറാത്താസിനോടും കൈ കൊടുത്ത് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ബ്രിട്ടീഷിനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഹൈദർ അലി സക്സസ്ഫുള്ളി പെർസുവേഡഡ് ദ നിസാം ആൻഡ് മറാത്താസ് ടു ജോയിൻ ഹാൻഡ് വിത്ത് ഹിം അഗെയിൻസ്റ്റ് ഇംഗ്ലീഷ്. പിന്നീട് ഹൈദർ അലി എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ
ഹി റീച്ച്ഡ് അപ് ടു ദ ഗേറ്റ്സ് ഓഫ് മദ്രാസ്. അല്ലെ, ഇപ്പൊ എന്താണ് ഇവിടെ മറാത്താസിന്റെയും നിസാമിന്റെയും സപ്പോർട്ട് ആയിരിക്കില്ല, ഇംഗ്ലീഷുകാർക്കില്ല, അല്ല. സോ ധൈര്യത്തോടു കൂടി ഹൈദരാലി അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് ഹൈദരാലി എന്ത് ചെയ്തു, ബ്രിട്ടീഷ് അല്ലെ അപ്പോ അല്ലെങ്കിൽ മദ്രാസ് കൗൺസിലാണ് ഈ നമ്മുടെ ഈ മദ്രാസ് ഈ ഒരു ഭാഗത്ത് മദ്രാസ് കൗൺസിലാണ് അല്ലെ ഇവിടുത്തെ ഗവൺമെന്റ്. ബോംബെയിലാണെങ്കിൽ ബോംബെ കൗൺസിലാണ്. അതാണ് കേട്ടോ മദ്രാസ് കൗൺസിൽ എന്ന് പറയുന്നത്. മദ്രാസ് കൗൺസിലുമായിട്ട് ഒരു സൈൻ പീസ് ട്രീറ്റി ചെയ്യുന്നുണ്ട് 1769. ഈ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്നത്. ട്രീറ്റി ഓഫ് മദ്രാസ്. ആസ് പെർ ദിസ് ട്രീറ്റി ബോത്ത് അഗ്രീഡ് ടു ഹെൽപ്പ് ഈച്ച് അതർ ഇൻ കേസ് ഓഫ് an attack by a third party. അല്ലെ, മൂന്നാമത് ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ ട്രീറ്റി ഓഫ് മദ്രാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു പീസ് ട്രീറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ, കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ. വാട്ട് വേർ ദ റീസൺസ് വിച്ച് ലെഡ് ടു ദി ഫസ്റ്റ് മൈസൂർ വാർ അല്ലെ, നോർത്തേൺ സർക്കസ് അല്ലെ. ഒരുപാട് പോയിന്റ്സ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്. ത്രീ പാർട്ടി അലയൻസ്, ഫ്രഞ്ചും നിസാമും ഇംഗ്ലീഷും കൂടി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഈ മൈസൂരിന്റെ ഗ്രോത്ത് അല്ലെ, ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഇവർക്ക് പിടിക്കുന്നില്ല. അപ്പൊ ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, നോർത്തേൺ സർക്കസ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു അല്ലെ. ഇതൊക്കെയാണ് ഫസ്റ്റ് റീസൺ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ട്രീറ്റിയുടെ പേരും ആലോചിക്കുക, ഫസ്റ്റ് മൈസൂർ യുദ്ധത്തിന്റെ ഇയറും ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഈ ട്രീറ്റി ബേസ് ചെയ്തിട്ട് രണ്ട് പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും തേർഡ് പാർട്ടി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും എന്നുള്ള രീതിയിൽ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് മൈസൂർ വാർ അങ്ങനെ എൻഡ് ചെയ്തു. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ റൈറ്റ്. ദ സെക്കൻഡ് മൈസൂർ വാർ. ട്രീറ്റീസ് ഓർത്തിരിക്കണം, ട്രീറ്റീസ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്, ട്രീറ്റീസ് ഓർത്തിരിക്കുക. സെക്കൻഡ് മൈസൂർ വാർ അല്ലെ, സെക്കൻഡ് മൈസൂർ വാർ ഇയർ ആലോചിക്കുക 1780 to 1784 അല്ലെ. ഇതൊരു തുടർച്ചയായിട്ടാണ് നമുക്ക് പറയാം അല്ലെ. ട്രീറ്റി ഓഫ് മദ്രാസ് പ്രകാരം ഓൾറെഡി ഇവർ തമ്മിൽ ഒരു അലയൻസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. പക്ഷേ അത് ബ്രിട്ടീഷിന് നിറവേറ്റാൻ സാധിച്ചില്ല. എന്ത് ചെയ്തു, അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിന്റെ ഒരു തുടർച്ച. ഹൈദരാലി British had no intention to stick the Treaty of Madras, which was signed after the First Anglo-Mysore War. While Marathas invaded Hyder territory in 1771. കറക്റ്റ് അല്ലെ, ഞാൻ ഓൾറെഡി പറഞ്ഞു മറാത്താസ് ഇടക്കിടക്ക് മൈസൂർ ഇൻവൈഡ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. 1771 ഇൻവൈഡ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് സഹായത്തിന് വരുന്നില്ല. ഇതെന്ത് ചെയ്തു, ദിസ് ഫീലിംഗ് ബിട്രയൽ, ഇതൊരു ചതിയായി കണ്ടുകൊണ്ട് തന്നെ ഇത് സെക്കൻഡ് ആംഗ്ലോ വാറിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അല്ലെ, ഒരു പ്രശ്നം ഉണ്ടാക്കി. ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ അലോങ് വിത്ത് ദ ത്രെഡ് ഓഫ് മൈസൂർ അലയൻസ് വിത്ത് ദ ഫ്രഞ്ച്. അതേപോലെ തന്നെ ഈ സമയത്ത് ദർ വാസ് എ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, കറക്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ബ്രോക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ, ഈ കാലയളവിൽ. ആ സമയത്ത് എന്ത് ചെയ്തു, ഫ്രാൻസ് എന്ത് ചെയ്തു, അമേരിക്കൻ കോളനീസിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ. ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ബ്രിട്ടനാണ്, അത് മറന്നു പോകാൻ പാടില്ല അല്ലെ, ബ്രിട്ടനാണ് അല്ലെ. ഇവിടെ എന്ത് ചെയ്തു, ഫ്രാൻസ് ഓട്ടോമാറ്റിക്കലി അമേരിക്കൻ കോളനിസ്റ്റിന് അല്ലെ, ഇവർ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ ആ ജന്മ ശത്രുക്കളാണ് അല്ലെ, സപ്പോർട്ട് ചെയ്തു. അതെന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ബ്രിട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊരു ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാലോ, ഫ്രഞ്ചും ഈ പറഞ്ഞ പോലെ മൈസൂരും തമ്മിൽ ക്ലോസ്ലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ബേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് മൈസൂർ റൂളേഴ്സിന്റെ ഒന്നും കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ കമ്പനി എന്ത് ചെയ്യുന്നു, അറ്റാക്ക്ഡ് മാഹി. ഓക്കെ, ഈ മാഹി അറ്റാക്ക് ചെയ്യുന്നതാണ് ഒരു ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദി സെക്കൻഡ് മൈസൂർ വാർ അല്ല. മാഹി അറ്റാക്ക് ചെയ്യുന്നു. ഇതൊരു ഫ്രഞ്ച് സെറ്റിൽമെന്റ് ആണ്, പക്ഷെ ഇത് ഹൈദരാലിയുടെ ജൂറിസ്ഡിക്ഷനുള്ള ഒരു ഫ്രഞ്ച് സെറ്റിൽമെന്റ് ആണ്. ഇതോടുകൂടി രണ്ടാം മൈസൂർ യുദ്ധം ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷ് ആർമി അണ്ടർ സാർ എറി കൂക്ക് ഡിഫീറ്റഡ് ഹൈദരാലി അറ്റ് ദ പോർട്ടോ നാവോ അല്ലെ, ബാറ്റിൽ ഓഫ് പോർട്ടോ നാവോ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏത് സ്ഥലത്തിലാണോ യുദ്ധം നടക്കുക ആ സ്ഥലത്തിന്റെ പേരായിരിക്കും ബാറ്റിൽസിന് ഉണ്ടാവുക, അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ട്രീറ്റീസും അതേപോലെ തന്നെ, ഏത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചാണോ ട്രീറ്റീസ് നടക്കുക അതിന്റെ പേരായിരിക്കും. ഹൈദരാലി മരിക്കുന്നു, ടിപ്പു ഈ പറഞ്ഞ പോലെ ഇത് ഏറ്റെടുക്കുന്നു അല്ലെ. ടിപ്പു ഹൈദരാലിയുടെ മരണത്തോടുകൂടി ഏറ്റെടുക്കുന്നു അല്ലെ. പിന്നീട് 1783 അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എൻഡ് ആയി. ഓക്കെ, അവസാനിച്ചു. ആ സമയത്ത് എന്ത് ചെയ്തു, ഫ്രഞ്ച് സെയിൽഡ് ബാക്ക് ടു യൂറോപ്പ്. ഓക്കെ, ഫ്രഞ്ച് സെയിൽഡ് ബാക്ക് ടു യൂറോപ്പ്
leaving Tipu to fight his own battles. അല്ലെ, ടിപ്പുവിനെ തനിച്ചാക്കി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടിപ്പു ഇതുവരെ കൊടുത്തിരുന്ന സപ്പോർട്ട് ഇല്ലാതെ നേരെ തിരിച്ചുപോയി. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ, ഇവിടെ മദ്രാസ് ഗവൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് കമ്പനിയാണ് കേട്ടോ. മദ്രാസ് കൗൺസിൽ വഴിയാണല്ലോ അവർ ഭരിക്കുന്നത്, റൈറ്റ്. മദ്രാസ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഓൾസോ ഡിസൈഡഡ് ടു പീസ്, അല്ലെ. ആ സമയത്ത് മറാത്താസുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേ ടൈമിൽ മറാത്താസ് ആയിട്ട് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു, അല്ലെ. കണക്ട് ചെയ്യുക കാര്യങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ എന്തായിരുന്നു ഇവിടുത്തെ റിസോഴ്സ് ഡിസൈഡഡ് ടു പീസ് ഡ്യൂ ടു ലാക്ക് ഓഫ് റിസോഴ്സസ് ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് മറാത്ത ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അടുത്ത ട്രീറ്റി സൈൻ ചെയ്യാനുള്ള വഴി വേഗം വെട്ടിത്തെളിയാണ് ചെയ്യുന്നത്, അല്ലെ. രണ്ട് സൈഡിനും ഇപ്പോ ഒരു സമാധാനത്തിലേക്ക് എത്തണം, അല്ലെ. യുദ്ധത്തില് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ട്രീറ്റി ഓഫ് മൈസൂർ, അല്ലെ. ട്രീറ്റി ഓഫ് മൈസൂർ 1784 സൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഈച്ച് അതേഴ്സ് ടെറിട്ടറി, അല്ലെ. ഇതുവരെ പിടിച്ചിട്ടുള്ള ടെറിട്ടറി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ട്രീറ്റി ഓഫ് മാംഗ്ലൂർ, അല്ലെ. ട്രീറ്റി ഓഫ് മാംഗ്ലൂറിന്റെ റിസൾട്ട് ആണ് മ്യൂച്വൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഈച്ച് അതേഴ്സ് ടെറിട്ടറി. അതേപോലെ തന്നെ ദിസ് വാസ് ദ ലാസ്റ്റ് ട്രീറ്റി ഓഫ് ബ്രിട്ടീഷ് വിത്ത് ആൻ ഇന്ത്യൻ റൂളർ ഓൺ ഈക്വൽ ഫൂട്ടിംഗ്. ഇതിനുശേഷം നടന്നിട്ടുള്ള യുദ്ധവും ട്രീറ്റീസും ഒക്കെ ബ്രിട്ടീഷ് ഡോമിനൻസ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്, അല്ലെ. ചോദിക്കാം PSC, വിച്ച് ഓഫ് ദ ലാസ്റ്റ് ട്രീറ്റി വിച്ച് വാസ് സൈൻഡ് ബൈ ദ ഇംഗ്ലീഷ് റൂളർ, അല്ലെ. റയർ ഫാക്ട് ആണ്, ദിസ് ഇസ് എ റയർ ഫാക്ട്. ദിസ് വാസ് ദ ലാസ്റ്റ് ട്രീറ്റി ഓഫ് ബ്രിട്ടീഷ് വിത്ത് ആൻ ഇന്ത്യൻ റൂളർ ഓൺ ദി ഈക്വൽ ഫൂട്ടിംഗ്. അതിന്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെ. മദ്രാസ് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് റിസോഴ്സസും മറാത്താസിന്റെ ചെറിയൊരു കോൺഫ്ലിക്ട് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അമേരിക്കൻ വാർ ഓഫ് ഇന്ത്യ അവസാനിച്ചോടുകൂടി ഫ്രാൻസ് തിരിച്ചുപോയി, അല്ലെ. ടിപ്പുവിനെ ഒറ്റക്കാക്കി. അപ്പൊ അവിടെ ഒരു ദർ ഈസ് എ നീഡ് ഫോർ ദി പീസ്. അങ്ങനെ സെക്കൻഡ് വാർ ഓഫ് മൈസൂർ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രീറ്റി ഓഫ് മാംഗ്ലൂർ ഓർത്തിരിക്കുക. ഫസ്റ്റത്തെ ട്രീറ്റി ഓഫ് മദ്രാസ്, രണ്ടാമത്തെ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. അടുത്തത് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ 1790 to 1792. ഇവിടെ ഒരു ചേഞ്ച് വരുന്നത് കോൺവാലിസ്, ലോർഡ് കോൺവാലിസ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഗവർണർ ജനറലായി വരുന്നു ഇൻ 1786. കോൺവാലിസിന്റെ ഡിപ്ലോമസിയിലൂടെ ഇവിടെ എന്ത് ചെയ്യുന്നു? മറാത്താസിനെയും നിസാമിനെയും കമ്പനിയുടെ കൂടെ നിർത്തുന്നു. അപ്പൊ ഇത് ഓൾറെഡി കണ്ടുകൊണ്ട് തന്നെ ടിപ്പുവിന് ഏകദേശം കാര്യം മനസ്സിലായി. ദർ ഈസ് ആൻ ഇന്നബിലിറ്റി ഓഫ് ദ വാർ. ഒരു യുദ്ധത്തിനുള്ള സമയമായി. ടിപ്പു എന്ത് ചെയ്തു? സോട്ട് ഹെൽപ്പ് ഫ്രം ടർക്കി. ഓക്കെ, ടർക്കി മീൻസ് ഓട്ടോമൻ എംപയർ ആൻഡ് ഫ്രാൻസ് ബൈ സെൻഡിങ് എംബസീസ് ടു കോൺസ്റ്റാന്റിനോപോൾ ആൻഡ് ഫ്രാൻസ്, അല്ലെ. ടിപ്പു അൾട്ടിമേറ്റ്ലി ഇവരോട് സഹായം അഭ്യർത്ഥിക്കുന്നു, അല്ലെ. ഇപ്പുറത്ത് 3 അലയൻസ് ഫോം ചെയ്ത്, അല്ലെ, ലോർഡ് കോൺവാലിസിന്റെ വരവോട് കൂടി. ഇവിടെ ഒരു ഇമ്മീഡിയറ്റ് കോസ്, ഈ മൂന്നാം ആംഗ്ലോ മൈസൂർ വാറിന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയപ്പെടുന്നത് ടിപ്പു അറ്റാക്ക്ഡ് ദി ട്രാവൻകോർ, അല്ലെ. ടിപ്പു ട്രാവൻകോർ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോ ആ സമയത്ത് ട്രാവൻകോറിന്റെ സൈഡിലായിട്ടുള്ള ഇംഗ്ലീഷ് അവിടെയാണ്, അല്ലെ. ഡെഫിനറ്റ്ലി ആയിരിക്കുമല്ലോ. ആൻഡ് യുദ്ധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദി ഇമ്മീഡിയറ്റ് കോസ് ഫോർ തേർഡ് മൈസൂർ വാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പു അറ്റാക്ക്ഡ് ദി ട്രാവൻകോർ ആസ് ഇംഗ്ലീഷ് സൈഡഡ് വിത്ത് ദ റൂളർ ഓഫ് ട്രാവൻകോർ. അങ്ങനെ 1790 വാർ സ്റ്റാർട്ടഡ്, സപ്പോർട്ടഡ് ബൈ മറാത്താസ് ആൻഡ് നിസാംസ് ട്രൂപ്പ്. കോൺവാലിസ് himself headed a large army and approached Srirangapattanam. Srirangapattanam is the capital of Mysore. ടിപ്പു സഫേർഡ് എ മേജർ. ഈ ഒരു യുദ്ധത്തില് ടിപ്പുവിന് ഭയങ്കരമായിട്ടുള്ള ബാക്ക് സെറ്റുകളും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആൻഡ് ടിപ്പു ഇനീഷ്യേറ്റഡ് ഫോർ എ പീസ് ഇൻ 1792. ഇയേഴ്സ് ഞാൻ പറയുന്നത് ചിലപ്പോൾ എൻ്റെ അടുത്ത് ടീച്ച് ചെയ്യുന്ന സമയത്ത് 19ഉം 18ഉം ഒക്കെ ആയപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. 1792 അല്ല, 3 പവേഴ്സ് കൂടിയിട്ടാണ് ടിപ്പുവിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ടിപ്പുവിനെ പിടിച്ചെടുക്കാൻ മേജർ സെറ്റ് ബാക്കായി ടിപ്പു ഇനീഷ്യേറ്റ് ഫോർ എ പീസ്. അങ്ങനെയാണ് മൂന്നാമത്തെ ട്രീറ്റി സൈൻ ചെയ്യുന്നത്, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം 1792. ഇവിടെ എന്താണ്? ടിപ്പു തന്റെ പകുതിയോളമുള്ള ടെറിട്ടറീസ് ഇംഗ്ലീഷിന് കൊടുക്കുന്നു, അല്ലെ. കമ്പനി അക്വയർഡ് ബറാമഹൽ, ഡിൻഡിഗുൽ ആൻഡ് മലബാർ, അല്ലെ. മറാത്താസ് ഗെയിൻഡ് ടെറിട്ടറി ഓവർ തുംഗഭദ്ര സൈഡ്. നിസാം അക്വയർഡ് ടെറിട്ടറീസ് ഫ്രം കൃഷ്ണ ടു ബിയോണ്ട് പെന്നർ, അല്ലെ. ഈ 3 പേരും ടെറിട്ടറീസ് വീതിച്ചെടുത്തു, അല്ലെ. ബിക്കോസ് ഈ 3 പേരുടെയും അലയൻസ് ആണ് അവിടെ ഉണ്ടായത്, അല്ലെ. പിന്നീട് കോൺവാലിസിന് ശേഷം സർ ഹോൺഷോർ, അല്ലെ. സർ ഹോൺഷോർ ഗവർണർ ജനറലായി മാറുന്നു, അല്ലെ. ഈ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം അവിടെ അവസാനിച്ചു കേട്ടോ. ഈ രീതിയിൽ യുദ്ധം അവിടെ അവസാനിച്ചു, അല്ലെ.
ടിപ്പുവിന് നഷ്ടമാണ്. ടെറിട്ടറീസ് ഒക്കെ പോയി, പകുതിയോളമുള്ള ടെറിട്ടറീസ് പോയി. ഇത് 3 പേരും വീതിച്ചെടുക്കുന്നു, നിസാമും മറാത്താസും കമ്പനീസും. കോൺവാലിസിന് ശേഷം ഹോൺ ഷോർ വരുന്നു, ഗവർണർ ജനറൽ ആയിരുന്നു. ഹി അഡോപ്റ്റഡ് എ പോളിസി ഓൺ നോൺ ഇന്റർവെൻഷൻ, പോളിസി ഓഫ് നോൺ ഇന്റർവെൻഷൻ. അതുകൊണ്ട് തന്നെ ഈ ജോൺ ഹൂറിനെ ഫാദർ ഓഫ് പോളിസി ഓഫ് നോൺ ഇന്റർവെൻഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഫാദർ ഓഫ് പോളിസി ഓഫ് നോൺ ഇന്റർവെൻഷൻ. റൈറ്റ്, സോ ഇറ്റ്സ് ക്ലിയർ അല്ലെ. ഇതൊരു റാർ ഫാക്ട് ആണ്, ഓർത്തിരിക്കുക അല്ലെ. ആരാണ് ചോദിക്കാലോ, ഫാദർ ഓഫ് പോളിസി ഓഫ് നോൺ ഇന്റർവെൻഷൻ എന്ന് ചോദിക്കാമല്ലോ, PSC വേണമെങ്കിൽ ചോദിക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. സോ അതോടുകൂടി നമ്മുടെ തേർഡ് വാർ എൻഡ് ചെയ്തു. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, അല്ലെങ്കിൽ അവസാനത്തെ മൈസൂർ വാർ, 1799. ഓക്കെ, ഇവിടെ ലോർഡ് വെല്ലസ്ലി ഗവർണർ ജനറൽ ആവുന്നു അല്ലെ. ഗവർണർ ജനറൽമാരുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നു കേട്ടോ, കാര്യം അത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഫോർത്ത് മൈസൂർ, ആംഗ്ലോ മൈസൂർ വാർ, 1799. ലോർഡ് വെല്ലസ്ലി became the Governor General in 1979. This was the period where English was struggling French all over the world. French all over the world, നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ആയിരുന്നു ഇംഗ്ലീഷ് ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ആ സമയത്ത് നെപ്പോളിയൻ ഓൾറെഡി ഈജിപ്തും സിറിയ ഒക്കെ പിടിച്ചടക്കി. ആൻഡ് നൗ ഹി വാസ് ടേണിംഗ് ടുവേർഡ്സ് ഇന്ത്യ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്ത്യയിലേക്ക് തിരിഞ്ഞു ആര്, നെപ്പോളിയൻ അല്ലെ. അപ്പൊ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം നെപ്പോളിയൻ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ച് ബ്രിട്ടീഷുകാർ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ മാസീവ് ലോസ് അല്ലെ. അതൊന്നും ആലോചിച്ച് വയ്ക്കുക. In 1801, he made an alliance with Russia and drew up serious plan to invade India. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ടിപ്പുസോ ഈ സമയത്ത് എന്താണ് അല്ലെ, ബ്രിട്ടീഷുകാർ ഓർത്തിരുന്നു ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഫോർ അസ്, ബിക്കോസ് നമ്മൾ ഇത്രയും കാലം കെട്ടിപ്പടുക്കിയിട്ടുള്ള ടെറിട്ടറീസ് ഒക്കെ. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ചരിത്രം നമുക്ക് വേറെ ഉണ്ട് പഠിക്കാൻ. ഹി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്. അറിയാലോ, പിടിച്ച് ഈജിപ്തും സിറിയൊക്കെ പിടിച്ച് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഈ സമയത്ത് എന്ത് ചെയ്തു ടിപ്പു, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി അല്ലെ. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടിപ്പു എന്ത് ചെയ്യുന്നു, ഈ ഫ്രഞ്ചിന്റെ നെഗോസിയേഷൻ അല്ലെ, ഫ്രഞ്ചുമായിട്ടുള്ള ഈ നെപ്പോളിയൻ വന്നു കഴിഞ്ഞാൽ നെപ്പോളിയന്റെ കൂടെ കൂടി ബ്രിട്ടീഷുകാരെ ആക്രമിച്ച് എനിക്ക് സംഭവിച്ചിട്ടുള്ള ഹ്യൂമിലിയേഷനും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. Tipu saw this as an opportunity to out the English from India, started negotiation with the France obsession with the French Revolution symbol. അല്ലെ, ഫ്രഞ്ച് റെവല്യൂഷൻ സിമ്പിൾസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതിന്റെ ബേസിസിലാണ് he planted a tree അല്ലെങ്കിൽ flag of liberty in ശ്രീരംഗപട്ടണം headquarters and called himself as citizen Tipu. അല്ലെ, PYQ ആണ് കേട്ടോ. ഇവിടുന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇനിയും പ്രതീക്ഷിക്കാം. ടിപ്പു മൈസൂർ ഹൈദർ ഇമ്പോർട്ടന്റ് ആണ്. സോ ഹി എംപ്ലോയിഡ് ഫ്രഞ്ച് കമാൻഡർ, ഓക്കെ, മോൺസിയർ റൈമണ്ട്. ഓക്കെ, എന്നിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ഫ്രഞ്ച് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ആർമിയെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. വെല്ലസ്ലി അലാംഡ് ബൈ ദിസ് ട്രൈഡ് ടു കവർ as many as Indian state into subsidiary alliance of the company. അല്ലെ, സബ്സിഡറി അലയൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു അല്ലെ, പിടിച്ചെടുക്കുക. സബ്സിഡറി അലയൻസ് ഓഫ് വെല്ലസ്ലി ആൻഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഓഫ് ഡൽഹൌസി, ഇത് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പൊ നിങ്ങൾ ഇത്ര ആലോചിക്കുക, ഒരു സ്റ്റേറ്റിനെ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്ക് ബ്രിട്ടീഷിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരിക. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, പെർമനന്റ് ആർമി സെറ്റിൽമെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്. വെല്ലസ്ലി ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് എന്താണ്, ഹി വാണ്ട്സ് ടു കവർ ആസ് മെനി സ്റ്റേറ്റ് ആസ് സബ്സിഡറി അലയൻസ് ഓഫ് ദ കമ്പനി. അല്ലെ, ഇതൊക്കെ ലിങ്ക് ചെയ്യാം. പഠിക്കുന്ന സമയത്ത് സബ്സിഡറി അലയൻസ് കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കാം. അങ്ങനെ വാർ 1799 ആരംഭിക്കുകയും ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ ജയിക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റിൽ ഓഫ് ശ്രീരംഗപട്ടണം. ഓക്കെ, 1799 ബാറ്റിൽ ആരംഭിക്കുന്നു, ബ്രിട്ടീഷുകാർ ജയിക്കുന്നു. ഫ്രഞ്ചിന്റെ പവർ ഈ പറഞ്ഞ പോലെ
ടിപ്പുവിനെ എത്തുന്നതിന് മുമ്പ് തന്നെ ടിപ്പു മരണപ്പെട്ടു. ടിപ്പു വാസ് കിൽഡ് ബിഫോർ ദ ഫ്രഞ്ച് പവർ കുഡ് റീച്ച് ഹിം. അല്ലെ, ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു ഡെത്താണ് ടിപ്പുവിന് സംഭവിക്കുന്നത്. മൈസൂർ ടെറിട്ടറി വാസ് അനക്സ്ഡ് ബൈ ദ കമ്പനി, നിസാം ആൻഡ് മറാത്താസ്. ഒബ്വിയസ്ലി ആയിരിക്കുമല്ലോ അല്ലെ. റിമൈനിങ് കോർ അറൌണ്ട് Mysore and Srirangapatnam was restored to the minor ruler Prince Krishnaraja belonging to Vodiyar dynasty. നമ്മൾ ക്ലാസിന്റെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, വോഡിയാർ ഡൈനസ്റ്റി അല്ലെ. വോഡിയാർ ഡൈനസ്റ്റിയിൽ നിന്റെ കയ്യിൽ നിന്നാണ് ഹൈദർ അലി മൈസൂരെ പിടിച്ചടക്കുന്നത് അല്ലെ. പിന്നീട് 4th മൈസൂർ വാർ കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, വോഡിയാർ ഡൈനസ്റ്റിയിലുള്ള ഏറ്റവും ഇളയ തലമുറക്കാരനായിട്ടുള്ള പ്രിൻസ് കൃഷ്ണരാജ്, 2 വയസ്സാണ് കേട്ടോ ആ സമയത്ത്, പ്രിൻസ് കൃഷ്ണരാജിനെ ആ സമയത്തുള്ള റൂളറാക്കി ബ്രിട്ടീഷുകാര് വോഡിയാർ ഡൈനസ്റ്റിക്ക് അവരുടെ കുറച്ച് സ്ഥലം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ ട്രിക്കാണ്. ഡിപ്ലോമസിയാണ്. ഇതാണ് പറഞ്ഞത്, ബ്രിട്ടീഷ് വാസ് വെരി സ്മാർട്ട്. യുദ്ധം ചെയ്യേണ്ടത് യുദ്ധവും ഡിപ്ലോമസി ചെയ്യേണ്ടത് ഡിപ്ലോമസിയും. അതോടുകൂടി ദ ടിപ്പുയുടെ സ്റ്റോറി എൻഡ് ചെയ്തു. Special treaty of subsidiary alliance was inspired in Mysore. Wellesley Arrangedly said that now the kingdom of East is under our feet. ഇത് ആരാ പറഞ്ഞതെന്ന് ചിലപ്പം PSC ചോദ്യം കേട്ടോ. Now the kingdom of the East is under our feet. അതോടുകൂടി നമ്മുടെ മൈസൂറും ടിപ്പുവും ഹൈദരാലിയും ഒക്കെ അവസാനിച്ചു. The story ended there. So ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ഇനഫ്. മെയിൻസിനും പ്രിലിംസിനും ഒക്കെ ഇത് തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനൊക്കെ അല്ലെ, എന്ത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലെ. നെപ്പോളിയൻ ബോണപ്പാർട്ടിലൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ഉത്തരത്തിൽ അല്ലെ. സോ ദ എക്സാമിനർ അല്ലെ, നിങ്ങൾ പല ഡയമെൻഷൻസിൽ ഒരുപാട് പോയിന്റുകൾ എഴുതുമ്പോൾ എക്സാമിനർ വിചാരിക്കും ഡെഫിനറ്റ്ലി ഈ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഡിസേർവ്സ് 1/2 മാർക്ക് കൂടുതൽ അല്ലെ, 1/2 മാർക്കോ 1 മാർക്കോ കൂടുതൽ. സോ ദാറ്റ്സ് ഇറ്റ് അല്ല. ഒരു പോയിന്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതാതെ പല ഡയമെൻഷൻസിലും പല രീതിയിലും ഒരുപാട് പോയിന്റ്സുകൾ ഉത്തരത്തിലേക്ക് എഴുതി കൊണ്ടുവരാം. എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പൊ ആൻസേഴ്സ് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കത് ഒന്ന് ക്ലാസ് ഏകദേശം ഒന്ന് റെഡി ആവട്ടെ. ആൻഡ് ലെറ്റ് മീ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് 11 വേക്കൻസിയാണ് സ്ട്രീം 1-ലുള്ളത്. ഇതിലൊരു 5 പേര് 6 പേര് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 5 to 6%. അതെന്താ 5-6 ആളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് വളരെ കുറച്ച് പേര് മാത്രമേ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഒരുപാട് പേര് തുടക്കത്തിലൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവഞ്ച്വലി അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് അവര് പുറത്തായി പോവും അല്ലെ. ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നവരാണ് റാങ്ക് ലിസ്റ്റുകളിൽ വരുന്നത്, അവരാണ് അൾട്ടിമേറ്റ് വിന്നർ. സോ ഈ 5-6 നിങ്ങൾ ഈ ലൈവ് കാണുന്ന നിങ്ങളിൽ ഒരാൾ ഉൾപ്പെടണം. ബേസിക്കലി എല്ലാ കാര്യങ്ങളും വി ആർ ഡീലിംഗ് വിത്ത് എവറിത്തിങ്. മോഡേൺ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ പെയ്ഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുമ്മാ അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കും. വേണ്ടത് പഠിക്കുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, എക്സാം എഴുതുക, ക്രാക്ക് ചെയ്യുക. വേക്കൻസി ഷാറോ മേ ബി ഭയങ്കരമായിട്ടുള്ള കൂടാനുള്ള സാധ്യതയില്ല, പക്ഷെ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് സാധ്യത ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ കൂടാം, പക്ഷെ അതൊരു ബൾക്കായിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവില്ല. റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ആംഗ്ലോ മറാത്ത വാർ അല്ലെ. ഈ ആംഗ്ലോ മറാത്ത വാർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ കേട്ടോ. 2 minutes ഫോർ ഡൗട്ട് ക്ലിയറൻസ്. ഷാരു, വാക്കൻസി 11 വേക്കൻസി ഇപ്പൊ ഉണ്ടല്ലോ. ഈ 11 വേക്കൻസിയിൽ 1 എന്റെ വേക്കൻസി. ഡിനോസിയൻസ് ടൈം ടേബിൾ സെറ്റ് ആക്കാൻ ടൈം എടുക്കുമോ? ടൈം ടേബിൾ സെറ്റ് ആക്കാൻ ടൈം ഒന്നും എടുക്കില്ല. ടൈം ടേബിൾ സെറ്റ് ആക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ആഴ്ച ഇങ്ങനെ പോട്ടെ. കാര്യം നിങ്ങൾ ഈ ട്രാക്കിലേക്ക് ഒന്ന് വരട്ടെ, അതിനുശേഷം പോരെ ടൈം ടേബിൾ ഒക്കെ. ഷാരു, 11 വേക്കൻസി ഉണ്ട്. ലൈവ് കാണുന്നവര് 11 വേക്കൻസിയിൽ 1 വേക്കൻസി എനിക്ക് വേണ്ടോ? ഒറ്റൊന്നും മതി. 10 വേക്കൻസി എനിക്ക് വേണ്ട.
ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ KS ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഒന്ന് എന്റെ വേക്കൻസിയാണ്, ബാക്കി ആരെങ്കിലും എന്തെങ്കിലും എടുത്തോട്ടെ, ഇതിൽ ഒന്ന് എന്റേതാണ്. ഓക്കെ, പഠിക്കുക, അല്ലാതെ ഇൻഫർമേഷൻ ഓവർലോഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഓവർലോഡ് കുറക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് നിങ്ങളൊന്ന് ഇപ്പം തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഞാൻ അങ്ങനെ താഴ്ത്തി പറയല്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിലും 2-3 മണിക്കൂറിന്റെ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഈ പറഞ്ഞ പോലെ അല്ല, ഇൻഫർമേഷൻ ഓവർലോഡ് ആകുമ്പോഴും ഒരുപാട് കൂടുതൽ പഠിക്കാനുള്ളപ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ വേണ്ടത് മാത്രം പഠിക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ അറിയാം അല്ലെ മെയിൻസിന്റെ സ്ട്രാറ്റജി എന്താണ്. എനിക്ക് ഇത്ര സ്ഥലേ കിട്ടൂ, ഇത്ര സ്ഥലത്തിനുള്ളിൽ ഞാൻ എഴുതണം അല്ലെ, ഇത്ര സമയം എനിക്ക് കിട്ടും. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട് അല്ലെ. ഒരു ആൻസർ ഇപ്പൊ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എഴുതി കാണിച്ചു തന്നു, ഒരു PYQ അല്ലെ, ഒരു PYQ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് എഴുതി കാണിച്ചു തന്നു അല്ലെ, ഒരു 3 മാർക്കിന്റെ PYQ. എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ഇങ്ങനെയാണല്ലേ കാര്യങ്ങൾ, യെസ് ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്, കറക്റ്റ് ആണല്ലേ. അപ്പൊ അതാണ് വേണ്ടത്. ഇവഞ്ച്വലി അത് ഡെവലപ്പ് ചെയ്ത് റെഡിയായി വന്നോളൂ. ഓക്കെ സാർ, പെർ ഡേ 2 ഡിഫറെന്റ് ടോപ്പിക്സ് എടുത്തൂടെ, മോഡേൺ ഇന്ത്യ പ്ലസ് പോളിറ്റി. അദ്വൈത അങ്ങനെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് നിങ്ങൾക്ക് തന്നെയാണ് ബർഡനായി വരിക. ഓക്കെ, ഈ ക്ലാസ് തന്നെ ഈ ഗ്രൂപ്പിലുള്ള എത്ര പേര് കാണാണ്ടിരിക്കുന്നുണ്ട്? യെസ്, അതാണ് പ്രശ്നം. ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരുപാട് സിലബസ് ഇല്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇതേ രീതിയിൽ പോകണമെങ്കിൽ. ഈ വരുന്ന സാറ്റർഡേക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാം, അതും നല്ല രീതിയിൽ തന്നെ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം ഏത് ടെസ്റ്റാണ് എങ്ങനെയാണെന്നുള്ളത്. ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, അതിന്റെ കൂടെ മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് കൂടി ചെയ്യണം. ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻ, ഒരു 3-4 ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ നമ്മൾ പതുക്കെ ഈ മെയിൻസിനും പ്രിലിംസിനും ശേഷം അവരുടെ ഇടയിൽ ഒരു 4 മാസത്തെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് ആൻസർ റൈറ്റിംഗ് സ്കിൽ ഇൻക്രീസ് ചെയ്യാമെങ്കിലും ഇപ്പം തന്നെ ചെറുങ്ങനെ തുടങ്ങുക അല്ലെ. പ്രിലിംസിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഒരു 1000 പേരെ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും. ആ 1000 നമ്മൾ എത്തിപ്പെടണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദ സക്സസ്. അതിൽ നമ്മൾ കയറിപ്പെടണം. ഇയർ ഇമ്പോർട്ടന്റ് ആണോ KS മോഡേൺ? ഡെഫിനറ്റ്ലി ഇയർ ഇമ്പോർട്ടന്റ് ആണ്. സോണ, PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. UPSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇയേഴ്സിന് ലെസ് ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ഇയേഴ്സ് വെരി ഇമ്പോർട്ടന്റ്. അതും മേജർ ആയിട്ടുള്ള ഇവന്റ്സ്, മേജർ ആയിട്ടുള്ള വാർ എല്ലാം നോക്കി വെച്ചോളൂ. ക്രോണോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ആംഗ്ലോ മൈസൂര് ഇതെന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, മറാത്ത വാർ, സെക്കൻഡ് മറാത്ത, എന്നിട്ട് നിങ്ങളോട് ക്രോണോളജി ഐഡന്റിഫൈ ചെയ്യാൻ വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. റൈറ്റ്, സോണ ക്ലിയർ അല്ലേ? സോ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് മറാത്ത വാറിലേക്ക് കിടക്കാം. ഓക്കെ, ആംഗ്ലോ മറാത്ത വാർ 1717 മുതൽ 1818 വരെ അല്ലെ, തേർഡ് മറാത്ത വാർ. 3 യുദ്ധമേ ഉള്ളൂ, 3 മറാത്ത വാറുള്ളൂ. പക്ഷെ മറാത്ത വാറിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് ട്രീറ്റുകൾ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ബുക്കിൽ വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലെക്ചേഴ്സിന്റെ കാര്യം എനിക്കറിയില്ല, ഞാനിവിടെ എന്ത് ചെയ്യും, വളരെ മിനിമൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്തിട്ടാണ് പറയാ. എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ബുക്കൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് ട്രീറ്റീസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡൗട്ട് ആവും. ഓക്കെ, സോ ആ ഡൗട്ട് ഇല്ലാതെ വളരെ ഭംഗിയായി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. സോ ബേസിക്കലി മറാത്ത എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു 5 മേജർ ചീഫ്. പേഷ്വാസ് ഓഫ് പൂന, ഓക്കെ, ദേ ആർ ദ നോമിനൽ ഹെഡ്. ഓക്കെ, അതായത് 5 ചീഫുകൾ കൂടിയിട്ടാണ്, അല്ലെങ്കിൽ 5 മേജർ ആയിട്ടുള്ള ഒരു ഇത് കൂടിയിട്ടാണ് മറാത്ത എംപയർ എന്നുള്ള ഒരു വലിയൊരു എംപയർ ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് പേഷ്വാസ് ഓഫ് പൂന, ബോൺസ്ലെ ഓഫ് നാഗപൂർ, സ്കിന്ദിയ അറ്റ് ഗോളിയാർ അല്ലെ. ഈ സ്കിന്ദിയ എന്നൊക്കെയുള്ള പേരുകൾ നിങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാൻ പറ്റും ആ ഭാഗത്ത്, മധ്യപ്രദേശിലൊക്കെ അല്ലെ. ഹോൾക്കർ അറ്റ് ലാഹോർ, ഗെയ്ക്വാഡ് അറ്റ് ബറോദ. അപ്പൊ ഈ 5 ഗ്രൂപ്പുകൾ കൂടിയിട്ടാണ് ഈ മറാത്ത എംപയർ എന്നുള്ള ഒരു വലിയൊരു അതോറിറ്റി അല്ലെങ്കിൽ വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ഉണ്ടാകുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, 18th സെഞ്ചുറി സോ ദി എമർജൻസ് ഓഫ് മറാത്താസ് ഇസ് പവർഫുൾ അല്ലെ. ബട്ട് അതേ സെഞ്ചുറിയിൽ തന്നെ മറാത്താസിന്റെ ഡിക്ലൈന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്
അല്ലെ. ആ ഡിക്ലൈൻ ആണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഈ 5 ഡിഫറെന്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ 5 ഡിഫറെന്റ് ഗ്രൂപ്പില് നമ്മളെ ശിവജി ഏത് ഗ്രൂപ്പിലാണ്? പറയാൻ പറ്റുമോ? ശിവജി ഏത് ഗ്രൂപ്പിലാണ്? ആർക്കെങ്കിലും അറിയാമോ? ശിവജി ഏത് ഗ്രൂപ്പിലാണ്? പൂനെ. രൂപിനി, സച്ചിൻ, ബോൺസ്ലെ, ഷിജിൻ. വെരി ഗുഡ്. ഷിജിൻ ഉത്തരം പറഞ്ഞു. ബോൺസ്ലെ ആണ് കേട്ടോ. ബോൺസ്ലെ ഓഫ് നാഗ്പൂർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇൻഫാക്ട് ചോദിച്ച റാക് ഫാക്ട് അല്ലേ? ആ, ബോൺസ്ലെ ആണ് കേട്ടോ. സോ ബേസിക്കലി ഈ 5 ഗ്രൂപ്പുകൾ ഇവര് തമ്മില് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഈ മറാത്താസിന്റെ ഡിക്ലൈനിൽ വരാനുള്ള വൺ ഓഫ് ദ റീസൺ. ഇവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. There existed bitter mutual rivalry among all of them, particularly Scindia and Holkar. Scindia ഹോൾക്കർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, പിന്നീട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യുദ്ധം പഠിക്കുന്ന സമയത്ത്, മറാത്ത വാർ പഠിക്കുന്ന സമയത്ത് യുദ്ധം നടക്കുമ്പോൾ പോലും ഇവര് ഒരുമിച്ച് നിന്നിട്ടില്ല. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവര് അതേപോലെ തന്നെ മറാത്താസ് സ്ട്രെങ്ത് ഹാഡ് ബീൻ ഡിക്ലൈൻഡ് ഡ്യൂ ടു ദി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അല്ലെ. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് മറാത്താസ് അഹമ്മദ് ഷാ അബ്ദാലി അല്ലെ, അഹമ്മദ് ഷാ അബ്ദാലി 1765 ഈ യുദ്ധത്തോടുകൂടി മറാത്താസിന്റെ സ്ട്രെങ്ത് വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ 1775 to 1782 ആണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. Result of excessive ambition of English. Okay, accentuated by internal strife of Marathas. ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മറാത്താസിന്റെ ചെറിയൊരു മാധവറാവു. ഓക്കെ, മാധവറാവു മരിക്കുന്നു. ഓക്കെ, ഡെത്ത് സംഭവിക്കുന്നു. ഈ സമയത്ത് ഇവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളെല്ലാ ഈ പറഞ്ഞ പോലെ ഇത്രയും കാലം പഠിച്ച പോലെ തന്നെ സക്സഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്തു? അടുത്ത കിങ് ആയി ആരെ? നാരായൺ റാവുവിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ഹി വാസ് ദ ബ്രദർ ഓഫ് മാധവ് റാവു, കിങ്, നെക്സ്റ്റ് കിങ് അല്ലെ. മാധവ് റാവു കിങ് മരിച്ചപ്പോ ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? രഘുനന്ദ് റാവു. ഹി വാസ് ദി അങ്കിൾ ഓഫ് നാരായൺ റാവു. ഓക്കെ, ഹി വാണ്ട്സ് ടു ബി ദി കിങ് അല്ലെ. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ കിങ് ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ബേസിക് കോൺഫ്ലിക്റ്റ് ആണ് പിന്നീട് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷുകാരൊക്കെ ഇടപെട്ട് മൊത്തത്തില് പ്രശ്നമായി വരുന്നത്. ഈ രഘുനന്ദ് റാവു എന്ത് ചെയ്യുന്നു? ഹി വെന്റ് ടു ബ്രിട്ടീഷുകാരോട് പറയുന്നു, ഹെൽപ്പ് മീ, ഐ വിൽ ഹെൽപ്പ് യു അല്ലെ. ഐ വിൽ ഹെൽപ്പ് യു അല്ലെ. ഇങ്ങനെ പറഞ്ഞു എന്നല്ല, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ട് കാര്യം പറയാം. എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, പ്ലീസ് ഹെൽപ്പ് മീ ടു ഗെറ്റ് ദി കിങ് അല്ലെ. കിങ്ങിന്റെ കസാര എനിക്ക് കിട്ടണം. ബ്രിട്ടീഷുകാർ അതേപോലെ അല്ലെ, ബ്രിട്ടീഷുകാർ എന്തായാലും തിരിച്ചും ഡിമാൻഡ് പറയല്ലോ. ബ്രിട്ടീഷുകാർ പറയാണ്, വി വാണ്ട് സെൽസെറ്റ് ആൻഡ് ബസൈൻ.
സെൽസറ്റ് ആൻഡ് ബസൈൻ, ദിസ് ആർ ദ പോർട്സ് ഓഫ് മറാത്ത എംപയർ അല്ലെ. ബ്രിട്ടീഷുകാർക്ക് എപ്പോഴും പോർട്സിനോട് ഭയങ്കര ഇഷ്ടം കൂടുതലാണ് അല്ലെ. മറാത്താസിന്റെ മൈസൂറിന്റെ കേസിൽ നമ്മൾ കണ്ട് അല്ലെ. പോർട്സ് വഴിയാണ് ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോ ബ്രിട്ടീഷുകാർ ഡിമാൻഡ് ചെയ്യാണ്, ബ്രിട്ടീഷ് ഇന്ത്യ സെൽസറ്റ് ആൻഡ് ബസൈൻ നമുക്ക് കിട്ടണം, അങ്ങനെയാണെങ്കിൽ വി വിൽ ഹെൽപ്പ് യു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രിട്ടീഷ് ഹി അസാസിനേറ്റഡ് നാരായൺ റാവു. ഓക്കെ, അസാസിനേറ്റഡ് നാരായൺ റാവു. പക്ഷെ അവിടെ ഇവിടെ ഈ രഘുനന്ദ റാവുവും ബ്രിട്ടീഷും കൂടി ട്രീറ്റ് ഹലോ, ഓക്കെ, കറണ്ട് പോയതാണ് കേട്ടോ. സോറി. ഓക്കെ, PDF കാണുന്നുണ്ടോ? PDF കാണുന്നുണ്ടോ ഷാറു? ഓക്കെ, കറണ്ട് പോയതാണ്. യെസ്, കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്നത്, വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ്. കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഉണ്ണി മോള് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഭീമ കേൾക്കാം. ഭീമ ഇത് കാണുന്നുണ്ടല്ലോ? യെസ്, ഉണ്ട്. സ്ക്രീനും കാണുന്നുണ്ടല്ലോ അല്ലെ? മാധവ് റാവു, നാരായൺ റാവു എന്നൊക്കെ എഴുതി വെച്ചത്. യെസ്, കാണാം. ഓക്കെ, ഉണ്ണിമോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കയറി നോക്കും. ഓക്കെ, സോ ഇവിടെ പറഞ്ഞു വന്നത് മാധവ റാവുവിന്റെ ഡെത്ത് സംഭവിക്കുന്നു. അപ്പൊ നാരായൺ റാവുവിനെ കിങ് ആക്കുന്നു. രഘുനന്ദ റാവു, അങ്കിൾ ഓഫ് ദി നാരായൺ റാവു, ബ്രിട്ടീഷുകാരുടെ അടുത്ത് പോകുന്നു അല്ലെ. ബ്രിട്ടീഷുകാരോട് പറയാണ്, എന്നെ സഹായിക്കൂ, എനിക്ക് രാജാവിന്റെ സീറ്റ് വേണം. ബ്രിട്ടീഷുകാർ തിരിച്ച് ഒരു ഡിമാൻഡ് വെക്കുകയാണ്, വി വാണ്ട് സെൽസെറ്റ് ആൻഡ് ബസൈൻ അല്ലെ. മറാത്താസിന്റെ പോർട്ട് സിറ്റി നമുക്ക് തരണം, അങ്ങനെയാണെങ്കിൽ സഹായിക്കാം. അങ്ങനെ ട്രീറ്റി ഓഫ് സൂററ്റ് ഇവർ രണ്ടാളും കൂടി സൈൻ ചെയ്യുന്നു. ഇതുവരെയുള്ള കാര്യം ക്ലിയർ ആണ്, റൈറ്റ്? ഇതാണ് ഒരു ബേസിക്, റൈറ്റ്? സോ ബ്രിട്ടീഷ് ഹാഡ് ദെയർ ഐസ് ഓൺ പോർട്സ് ഓഫ് സെൽസറ്റ് ആൻഡ് ബസൈൻ അല്ലെ. ഞാനിപ്പോ പറഞ്ഞു, ഹോപ്പ് ടു ഗെയിൻ ദ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓഫ് പൂന കോട്ട്, സംതിങ് റിലേറ്റഡ് വിത്ത് മറാത്താസ്. ഓക്കെ, ഡിസ്പ്യൂട്ട് ഓഫ് പേഷ്വാഷിപ്പ് ആൻഡ് ദ ഡെത്ത് ഓഫ് ഫോർത്ത് പേഷ്വ മാധവ് റാവോ ഗിവ് ബ്രിട്ടീഷ് ഓപ്പർച്യൂണിറ്റി ടു ഇന്റർവൈൻ അല്ലെ. നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു, ഞാനിപ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അല്ലെ. ഡയഗ്രം ഒക്കെ വരച്ചല്ലേ. മാധവ റാവുയുടെ മരണത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള ചെറിയൊരു പ്രശ്നം. അപ്പൊ ഇത് ബ്രിട്ടീഷുകാർ ഒരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടു അല്ലെ, ഇന്റർവൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടു, ഇന്റർവൈൻ ചെയ്യുന്നു അല്ലെ. രഘുനന്ദ റാവു കണ്ടന്റ് ടു പേഷ്വാഷിപ്പ് വെന്റ് ഓവർ ടു ബ്രിട്ടീഷ് ഫോർ ഹെൽപ്പ്, നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ഇതാണ് ഇമ്മീഡിയറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോർ വാർ. അങ്ങനെ യുദ്ധം ഉണ്ടാവുന്നു, വാർ ബിഗിൻസ് ആൻഡ് ട്രീറ്റി ഓഫ് സൂറത്ത്. ഓക്കെ, ട്രീറ്റി ഓഫ് സൂറത്ത് ആണ് കേട്ടോ. ട്രീറ്റി ഓഫ് സൂറത്ത് വാസ് സൈൻഡ് ബിറ്റ്വീൻ രഘുനന്ദ
സോറി, കറണ്ട് പോയത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഭാഗം റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഒരു ചെറിയൊരു ഭാഗം, ഒരു 5 to 10 minutes അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ, റെക്കോർഡ് ചെയ്യുകയാണ്. റൈറ്റ്, ഇത് രണ്ടും മേജ് ചെയ്തിട്ടായിരിക്കും ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ. സോ യു ക്യാൻ സീ ദി റെക്കോർഡിങ്സ് വിത്തൗട്ട് ബ്രേക്ക്. സോ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. പേഷ്വാഷിപ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, രഘുനന്ദ റായോയും അല്ലെ, ബ്രിട്ടീഷ് ഇടപെടുന്നു, അവിടെ ട്രീറ്റി ഓഫ് സൂറത്ത് സൈൻ ചെയ്യുന്നു അല്ലെ. ഇമ്പോർട്ടന്റ് ആണ് ട്രീറ്റി ഓഫ് സൂറത്ത് അല്ലെ. ട്രീറ്റി ഓഫ് സൂറത്ത് സൈൻഡ് ബിറ്റ്വീൻ രഘുനന്ദ റാവോ ആൻഡ് ബ്രിട്ടീഷ് അല്ലെ. അല്ലെ, രഘുനന്ദ റായോയെ ഹെൽപ്പ് ചെയ്യാം, ബ്രിട്ടീഷ് ഹെൽപ്പ് ചെയ്യാം, പകരം നിങ്ങളുടെ പോർട്ട് സിറ്റീസ് ആയിട്ടുള്ള അല്ലെ ബസൈനും സെൽസെറ്റും നമുക്ക് തരണം എന്ന് ബ്രിട്ടീഷുകാർ ഡിമാൻഡ് ചെയ്യാണ്. സോ സമ്മതിച്ചുകൊണ്ട് യുദ്ധം നടക്കുകയാണ് അല്ലെ. അത് പ്രകാരം യുദ്ധം നടക്കുകയാണ്. ദ ബാറ്റിൽ ഓഫ് അദാസ് 1775 ബാറ്റിൽ ഓഫ് ആണ്, ബാറ്റിൽ ഓഫ് അദസ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് കേണൽ കീറ്റിംഗ് ആണ് കേട്ടോ പേര്. കീറ്റിംഗ് എന്ത് ചെയ്യുന്നു, ഇവിടെ ബ്രിട്ടീഷ് കേണൽ കീറ്റിംഗും മറാത്താസും തമ്മിൽ, ബ്രിട്ടീഷ് കമ്പനിയും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഓൾദോ മറാത്താസ് വാസ് ഡിഫീറ്റഡ്, they retained the control over the പൂവന. ഓക്കെ, മറാത്താസ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ട്രീറ്റി ഓഫ് സൂറത്ത് ജസ്റ്റ് ഓർത്തിരിക്കുക, ആരൊക്കെ തമ്മിലാണ് അല്ലെ. രഘുനന്ദ റാവോ ഹെൽപ്പിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോകുന്നു, ബ്രിട്ടീഷുകാർ അവിടെ കുറച്ച് ഡിമാൻഡുകൾ വെക്കുന്നു, തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു, അത് പ്രകാരം യുദ്ധം നടക്കുന്നു അല്ലെ. ബേസിക്കലി ദ വാർ ബിഗിൻസ് അല്ലെ. മറാത്ത വാർ ബിഗിൻസ് അറ്റ് ദ ട്രീറ്റി ഓഫ് സൂറത്ത് അല്ലെ, ആൻഡ് എൻഡഡ് വിത്ത് ട്രീറ്റി ഓഫ് സൽബായ് അല്ലെ. ട്രീറ്റി ഓഫ് സൽബായ് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. എന്നിരുന്നാലും ഇപ്പൊ ഓർത്തിരിക്കുക, ദി ട്രീറ്റി ഓഫ് സൂറത്ത് ബിഗിൻസ് ദ വാർ. വാർ ബിഗിൻ ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നത് ട്രീറ്റി ഓഫ് സൽബായ് പ്രകാരമാണ്. റൈറ്റ്. According to the Surat Treaty, British would help Raghunandan Rao and in return would get the territories Selcite and Bassein and revenue. Apart from that, revenue from Surat and Bharuch to British, but the treaty was annulled by British government, Bengal government. Basically, ഇതായിരുന്നു ട്രീറ്റി ഓഫ് സൂറത്ത് അല്ലെ. പക്ഷേ ഈ ട്രീറ്റി ഓഫ് സൂറത്ത് അന്യൂൾ ചെയ്യപ്പെടുന്നു, ഇത് ഇല്ലാതെ ആവുന്നു. അതിന്റെ റീസൺ, ആ സമയത്ത് സുപ്പീരിയർ ആയിട്ടുള്ള ബംഗാൾ ഗവൺമെന്റ് ഇത് അവരുടെ പെർമിഷനോട് കൂടിയല്ല ഇത് സൈൻ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഈ ട്രീറ്റി അസാധുവാക്കുന്നു. അത് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോഴേക്ക് ബാറ്റിലൊക്കെ അവിടെ നടക്കുന്നുണ്ട്, ഈ ട്രീറ്റി അസാധുവാകുന്നു അല്ലെ. അപ്പൊ അവിടെ ബാറ്റിലും കാര്യങ്ങൾക്കൊന്നും ഒരു ഇതില്ലാതെ ആയിപ്പോയി. ബട്ട് ദ ട്രീറ്റി ഓഫ് സൂറത്ത് വാസ് annulled by the superior Bengal government. It condemned the treaty and Warren Hastings sent Colonel Upton to sign new treaty. ഇത് പ്രകാരം എന്താണ്, ട്രീറ്റി ഓഫ് സൂറത്ത് അന്യൂൾ ചെയ്യപ്പെട്ടു അല്ലെ, ഇല്ലാതെയായി. പകരം വാരൻ ഹാസ്റ്റിംഗ് കേണൽ അപ്ടോണിനെ അയക്കുകയാണ് പുതിയ ട്രീറ്റി സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രീറ്റി ഓഫ് പുരന്ദർ അല്ലെ. ഓഫ് ആണ്, നിങ്ങളത് PDF നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓന്റെ പകരം ഐ ആയിപ്പോന്നു. ട്രീറ്റി ഓഫ് പുരന്ദർ, ട്രീറ്റി ഓഫ് പുരന്ദർ അല്ലെ, പുതിയ ട്രീറ്റി സൈൻ ചെയ്യാണ്. ഈ ട്രീറ്റി പ്രകാരം സൂറത്ത് ട്രീറ്റി അന്യൂൾ ചെയ്യപ്പെട്ടു. ബ്രിട്ടീഷ് ലെഫ്റ്റ് ദ സൈഡ് ഓഫ് രഘുനന്ദ റാവു അല്ലെ, രഘുനന്ദൻ റാവയെ സഹായിക്കില്ല. ആൻഡ് വാസ് ഡിസൈഡഡ് ദാറ്റ് ഹി വിൽ ഗിവ് എ മന്ത്ലി പെൻഷൻ ഓഫ് 25,000 ബൈ പേഷ്വ ഗവൺമെന്റ് അല്ലെ. ഈ ട്രീറ്റി പ്രകാരം അല്ലെ, അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പുരന്ദർ, ട്രീറ്റി ഓഫ് സൂരറ്റ് ഇല്ലാതെയായാൽ. എന്തുകൊണ്ട്? ബിക്കോസ് സുപ്പീരിയർ ആയിട്ടുള്ള ബംഗാൾ ഗവൺമെന്റിനോട് ഡിസിഷൻ ചോദിച്ചിട്ടില്ല അല്ലെ, അവര് എതിർത്തു. അങ്ങനെ ഈ ട്രീറ്റി ഓഫ് പുരന്ദർ പ്രകാരം 25,000 പെൻഷൻ കിട്ടും. അതേപോലെ തന്നെ രഘുനന്ദ റാവയെ സഹായിക്കാനുള്ള പ്ലാന് ബ്രിട്ടീഷുകാർ ലെഫ്റ്റ് ചെയ്യുന്നു. പക്ഷെ വീണ്ടും ട്വിസ്റ്റ് നടക്കുകയാണ്. ഇതിന് മുന്നോടിയായി ജസ്റ്റ് ഒരു കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ബർബായ് കോൺസ്പിറസി. ഓക്കെ, ബർബായ് കോൺസ്പിറസി ഈസ് അണ്ടർ ദ നാനാ ഫട്നാവിസ്. രഘുനന്ദ റാവയെ ഈ പേഷ്വാഷിപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് റിമൂവ് ദ സീറ്റ്. അതാണ് ബർബായ് കോൺസ്പിറസി. ജസ്റ്റ് അത്ര അറിഞ്ഞാൽ മതി. എന്താണ് ബർബായ് കോൺസ്പിറസി? ബർബായ് കോൺസ്പിറസി ഈസ് റിലേറ്റഡ് വിത്ത് ദി മറാത്ത എംപയർ. ഓക്കെ, മറാത്ത എംപയർ ആണ്, ഇൻ വിച്ച് ദി നാനാ ഫട്നാവിസ് റിമൂവ്ഡ് ദി രഘുനന്ദ റാവോ ഫ്രം ദി സീറ്റ് ഓഫ് പേഷ്വ. ജസ്റ്റ് അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. ബർബായ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. പിന്നീട് ട്രീറ്റി ഓഫ് പുരന്ദറും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ട്രീറ്റി ഓഫ് പുരന്ദർ നോട്ട് ഇംപ്ലിമെന്റഡ് ബിക്കോസ് അപ്പോ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സഡൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. സഡൻ ടേൺ ഓൺ ഇവന്റ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഓഫ് ആണ് കേട്ടോ, എന്റെ അടുത്തത് ടൈപ്പിംഗിൽ ഈഫായി പോകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒരു റീസൺ. ഫ്രഞ്ച് അഡ്വഞ്ചറർ ഷെവാലിയാർ
ദി സെന്റ് ലുബിൻ റീച്ച്ഡ് പൂന, അലാംഡ് വാറൻ ഹാസ്റ്റിംഗ് ഇമ്മീഡിയറ്റ്ലി, അല്ലെ? ഇതുകൊണ്ട് ഈ രണ്ട് റീസൺസ് കൊണ്ട് വാറൻ ഹാസ്റ്റിംഗ് ഇമ്മീഡിയറ്റ്ലി അലാംഡ് ആയി. ഹി സെന്റ് ലാർജ് ഫോഴ്സ് ടു റീഇൻഫോഴ്സ് ദ ബോംബെ ഗവൺമെന്റ് ആൻഡ് സാങ്ഷൻഡ് ഓപ്പറേഷൻസ് അഗൈൻസ്റ്റ് മറാത്താസ്, അല്ലെ? ബേസിക്കലി നിങ്ങൾക്കറിയാലോ, ബംഗാൾ ഗവൺമെന്റ് സുപ്രീമസി ആവുന്നുണ്ട്, അല്ലെ? ഒരു ആക്ട് പ്രകാരം നമുക്ക് പഠിക്കാനുണ്ട്, പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ബംഗാൾ ഗവൺമെന്റ് ബിക്കം ദ സുപ്പീരിറ്റി ഓവർ ബോംബെ ആൻഡ് മദ്രാസ്, അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ആക്ട് പ്രകാരം ബോംബെയെയും മദ്രാസിന്റെയും സുപ്പീരിറ്റോറിയിലേക്ക്, അല്ലെ? ഇത് രണ്ടിന്റെയും കീഴിലാവുന്നുണ്ട്, അല്ലെ? ബംഗാള് രണ്ടിന്റെയും മുകളിലാവുന്നുണ്ട്, ബോംബെയും മദ്രാസും കീഴിലാണ്, അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് എന്തിരുന്നു, ഹാസ്റ്റിംഗ് എന്ത് ചെയ്യുന്നു, ബോംബെയിലേക്ക് മിലിറ്ററിയെ അയക്കുന്നു, ഫോഴ്സിനെ അയക്കുന്നു, ആൻഡ് ഇവർക്ക് പെർമിഷൻ കൊടുക്കാണ് അറ്റാക്ക് ദി മറാത്താസ്, അല്ലെ? അങ്ങനെ ട്രീറ്റി ഓഫ് പുരന്ദരം നടക്കുന്നില്ല, ശ്രദ്ധിക്കട്ടെ. ട്രീറ്റി ഓഫ് പുരന്ദരം ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, ട്രീറ്റി ഓഫ് സൂറത്തും ഇംപ്ലിമെന്റ് ചെയ്തില്ല, രണ്ടും അന്യൂൾ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെ? ഒന്ന് ട്രീറ്റി ഓഫ് സൂറത്ത് അന്യൂൾ ചെയ്യപ്പെട്ടു, ട്രീറ്റി ഓഫ് പുരന്ദർ പ്രകാരം. ട്രീറ്റി ഓഫ് പുരന്ദർ ആ സമയത്തെ കാര്യങ്ങൾ അതുകൊണ്ട് നടന്നിട്ടില്ല, അതും നടക്കാതെയാണ് ചെയ്യുന്നത്. ബോംബെ ഗവൺമെന്റ് റിസ്യൂംസ് ദ വാർ ആൻഡ് സെൻഡ് ആൻ ആർമി ടുവേർഡ്സ് പൂനെ, അല്ലെ? വീണ്ടും പെർമിഷൻ കിട്ടിയല്ലേ, ബംഗാളിൽ നിന്ന് പെർമിഷൻ കിട്ടി ബോംബെ ഗവൺമെന്റിന് ടു റിസ്യൂം ദ വാർ, അല്ലെ? സോ അവിടെ യുദ്ധം ഉണ്ടാവാണ്. എർട്ടിഗോൺ ബ്രിട്ടീഷ് ആർമി ലീഡർ കമാൻഡർ മഹാദ്ജി സിൻജായി തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ആ യുദ്ധത്തിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് തലിഗാവോൺ. നടക്കുകയാണ്, അല്ലെ? ബാറ്റിൽ ഓഫ് തലിഗാവോൺ നടക്കുകയാണ്. യൂസ് ഓഫ് സ്കോർച്ച്ഡ് എർത്ത് പോളിസി, ഈ പോളിസി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു. യൂസ് ഓഫ് സ്കോർച്ച്ഡ് എർത്ത് പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് വാറിൽ, ലോക യുദ്ധത്തിൽ നടക്കുന്ന സമയത്ത് ഒരു പോളിസിയാണ്. അതായത് ഈ ഫോറിൻ ആയിട്ടുള്ള ആർമി ഇങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് ഇവരുടെ റിസോഴ്സസ് ഉണ്ടാവുമല്ലോ, ഈ പാഡി ഫീൽഡ്സിൽ ഫുള്ള് നശിപ്പിക്കും, കിണറില് പോയിസൺ കലക്കി വെക്കും, ഈ പറഞ്ഞ പോലെ പശുക്കളെയും അല്ലെങ്കിൽ ആടിനെയും കോഴിയെയൊക്കെ കൊന്നിടും. ഒരു പോളിസിയാണ്. അതായത് ഇങ്ങോട്ടേക്ക് കയറി വരുന്ന മിലിറ്ററിക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടാൻ പാടില്ല. അതാണ് സ്കോർച്ച്ഡ് എർത്ത് പോളിസി. അപ്പൊ അത് കിട്ടാതെ ആവുന്നതോടുകൂടി തന്നെ മിലിറ്ററി എന്തായാലും സ്വാഭാവികമായിട്ടും തളരും, അല്ലെ? ഫുഡും വാട്ടറും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഫോർ ദി ആർമി. ഈ എവിടുന്നാണോ ഇവര്, അല്ലെ, ഏത് രാജ്യത്താണോ ഇവർ കയറി പോകുന്നത്, ഇവർ അറ്റാക്ക് ചെയ്യുന്നത്, അവിടുന്നാണ് ഇവർക്ക് ആ റിസോഴ്സസ് കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ ഈ ഒരു മെത്തേഡ് പ്രകാരം, സ്കോർച്ച്ഡ് എർത്ത് പോളിസി പ്രകാരം വേൾഡ് വാർ II ഇത് ഇംപ്ലിമെന്റ് ചെയ്താണ് കേട്ടോ. ഈ ഒരു പ്രകാരം എന്ത് ചെയ്യപ്പെട്ടു, ഈ ഒരു ബാറ്റിൽ നടക്കുന്നു. ആൻഡ് ട്രീറ്റി ഓഫ് വഡാഗോൺ സൈൻ ചെയ്യപ്പെടുകയാണ്. ഈ ഒരു പോളിസി യൂസ് ചെയ്തുകൊണ്ട് തന്നെ മഹാദ്ജി സ്കിൻഡി ഈ ഒരു പോളിസി യൂസ് ചെയ്തുകൊണ്ടാണ് വിക്ടറി ആവുന്നുണ്ട്, ബ്രിട്ടീഷുകാരെ തോൽക്കുന്നുണ്ട്. ബാറ്റിൽ ഓഫ് തലഗാവോൺ. യൂസ് ഓഫ് സ്കോർച്ച്ഡ് എർത്ത് പോളിസി. സ്കോർച്ച്ഡ് എർത്ത് പോളിസി ഏത് ബാറ്റിലാണ് യൂസ് ചെയ്തത് എന്ന് ചോദിക്കാം. ട്രീറ്റി ഓഫ് വഡാഗോൺ, മറാത്ത വോൺ. അക്കോർഡിംഗ് ടു ദി ബോംബെ ഗവൺമെന്റ് വുഡ് റിട്ടേൺ ഓൾ ദ ടെറിട്ടറീസ് കൺവേർഡ് ബിഫോർ ആഫ്റ്റർ 1773 മുമ്പ് വരെയുള്ള എല്ലാ ടെറിട്ടറീസും, അതിനുശേഷം പിടിച്ചിട്ടുള്ള എല്ലാ ടെറിട്ടറീസും തിരിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നു, അല്ലെ? ബിക്കോസ് മറാത്ത ജയിക്കുന്നു, ബ്രിട്ടീഷ് ലൂസ് ചെയ്യുന്നു. ഒരു ഹ്യൂമിലിയേഷൻ ട്രീറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ട്രീറ്റി ഓഫ് വഡാഗോൺ ഈസ് എ ഹ്യൂമിലിയേഷൻ ട്രീറ്റി. ഇവിടെ ഹാസ്റ്റിംഗ് ഹ്യൂമിലിയേറ്റഡ് ആവുന്നു, അല്ലെ? അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അറിയാലോ, അല്ലെ, ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും തോൽവി സമ്മതിക്കാൻ പറ്റില്ല. പുള്ളി വീണ്ടും ഇത് ആക്സെപ്റ്റ് ചെയ്യാതെ റിഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും ആർമിയെ സെൻഡ് ചെയ്യാണ്, അല്ലെ? ബംഗാളിൽ നിന്ന് ബോംബെയിലേക്ക് വീണ്ടും ആർമിയെ സെൻഡ് ചെയ്യാണ്. വീണ്ടും അവിടെ യുദ്ധം നടക്കുകയാണ്. ആർമി ക്യാപ്ചർഡ് ദി അഹമ്മദാബാദ് ആൻഡ് വസൈ, but got defeated by Marathas in Pune. Meanwhile, Gwalior was captured by the British. Basically, and അവസാനം ഫൈനലി ദ ട്രീറ്റി ഓഫ് സൽബായ് വാസ് സൈൻഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ട്രീറ്റി ഓഫ് സുറത്തിൽ തുടങ്ങി ട്രീറ്റി ഓഫ് സൽബായിൽ അവസാനിക്കുന്ന ഫസ്റ്റ് മറാത്ത വാർ, അല്ലെ? ബേസിക്കലി ഇതൊരു ഡ്രോ ആയിരുന്നു. ഡ്രോ ട്രീറ്റി ആയിരുന്നു. ഫൈനലി ട്രീറ്റി ഓഫ് സൽബായ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് പൂനെ ഗവൺമെന്റ്, മീഡിയേഷൻ ബൈ മഹാദ്ജി സ്കിൻഡി. Mutual restitution of each other's territory. Madhav Narayan Rao accepted as next Peshwa. അല്ലെ? According to this treaty. അല്ലെ? കൺക്ലൂഡ് ചെയ്യാണ്, യുദ്ധം കൺക്ലൂഡ് ചെയ്യാണ്. Company gave up Bassein and other territories captured since. Company gave ബസൈനും അതർ ടെറിട്ടറീസ് captured since the treaty of പുരന്ദർ, അല്ലെ? അതിനു മുമ്പ് പിടിച്ചിട്ടുള്ള ടെറിട്ടറീസ് ഒക്കെ തിരിച്ചു കൊടുത്തു. ബട്ട് സെൽസറ്റയും അതേപോലെ തന്നെ ആൻഡ് എലിഫന്റ ഐലൻഡും ബ്രിട്ടീഷുകാർ തിരിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. സെൽസറ്റയും അക്കോർഡിംഗ് ടു ദി എല്ലാ പോർട്ട് സിറ്റിയും കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സെൽസറ്റയും എലിഫന്റ് ഐലൻഡും ബ്രിട്ടീഷുകാരും പിടിച്ചു വെക്കുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നില്ല.
ഓർത്തിരിക്കുക. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പുരന്ദർ ഓൾ ദ പോർട്സ് വെയർ ഗിവൺ ബാക്ക് ടു ദി മറാത്താസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സെൽസറ്റൈനും എലിഫന്റ് തിരിച്ചു കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ സ്കിന്ദിയ ഗോട്ട് ബാക്ക് എൻറ്റയർ ടെറിട്ടറി ഓൺ ദ വെസ്റ്റ് ഓഫ് യമുന. ഓക്കെ, ഈഫ് അല്ല ഓഫ് ആണ് കേട്ടോ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിക്കുക. അങ്ങനെ ഫസ്റ്റ് വാർ എൻഡ് ഇൻ ഡ്രോ. ബോത്ത് സൈഡ് ഹാഡ് ദ ടേസ്റ്റ് ഓഫ് ഈച്ച് അതർ സ്ട്രെങ്ത്. പിന്നീട് ഒരു 20 വർഷത്തേക്ക് യുദ്ധമൊന്നും നടക്കുന്നില്ല. ഓക്കെ, പീസ് ആയിരുന്നു. ഈ സമയത്ത് എന്താണ്, ബ്രിട്ടീഷുകാർക്ക് ഇല്ല 20 വർഷം ഗ്യാപ്പ് ഉണ്ടായി അടുത്ത യുദ്ധത്തിലേക്ക്. മൈസൂറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റി അല്ലെ. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്യുകയായിരുന്നു അല്ലെ. ഈ സമയത്ത് മറാത്താസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റുകളൊക്കെ നടക്കുകയാണ്. മറാത്താസ് ഡിഡിന്റ് മേക്ക് ദയർ എംപയർ സ്ട്രോങ്ങർ. അപ്പൊ അതായിരിക്കും പിന്നീട് ലോസ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത് അല്ലെ. സോ ഇതാണ് നമ്മളിപ്പോ പഠിച്ചത്. അടുത്ത ട്രീറ്റി നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റി അല്ല അടുത്ത വാർ നമുക്ക് അടുത്ത വാറും അതിന്റെ ട്രീറ്റീസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആംഗ്ലോ മറാത്ത വാറും കംപ്ലീറ്റ് ചെയ്യാം, സിന്ധ് അനക്സേഷനും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 2 ക്ലാസ്സിൽ ഈ വാർ മൊത്തമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഓർത്തിരിക്കുക, ഇതിന്റെ വർഷങ്ങൾ ഓർത്തിരിക്കുക, ട്രീറ്റീസ് ഓർത്തിരിക്കുക, ഇതിന്റെ ഇടയിൽ നടക്കുന്ന ഈ കോൺഫ്ലിക്റ്റുകളും ഓർത്തിരിക്കുക. ഓക്കെ, സെക്കൻഡ് ആംഗ്ലോ വാർ നാളെ ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി ട്രീറ്റി ഓഫ് സൂറത്ത് അല്ലെ, ട്രീറ്റി ഓഫ് സൂറത്ത് പ്രകാരം യുദ്ധം ആരംഭിച്ചു. ഇറ്റ് വാസ് ബിറ്റ്വീൻ ദി രഘുനന്ദ റാവു ആൻഡ് ദി ബോംബെ ഗവൺമെന്റ് അല്ലെ, ബോംബെ ഗവൺമെന്റ് ആണ്. യുദ്ധം ഉണ്ടാവുന്നു. ബാറ്റിൽ ഓഫ് ഹദാസ് അല്ലെ, ബാറ്റിൽ ഓഫ് ഹദാസ്. പിന്നീട് കുറച്ച് കഴിയുമ്പോ ട്രീറ്റി ഓഫ് പുരന്ദർ വരുന്നു അല്ലെ, ട്രീറ്റി ഓഫ് പുരന്ദർ. അവിടെ പറയാണ് ബോംബെ ഗവൺമെന്റ് സുപ്പീരിയർ ആയിട്ടുള്ള ബംഗാൾ ഗവൺമെന്റിന്റെ പെർമിഷനും ഇല്ലാതെയാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ യുദ്ധം ഇൻവാലിഡ് ആണ്, ഇതൊരു വാലിഡ് ആയിട്ടുള്ള യുദ്ധമല്ല. അങ്ങനെ ട്രീറ്റി ഓഫ് സൂരത്ത് ഇൻവാലിഡ് ആവുന്നു. ഇത് പ്രകാരം ഈ പുതിയ ട്രീറ്റി പ്രകാരം രഘുനന്ദ റാവുയെ സഹായിക്കാന്നല്ലാതെ പിന്മാറുന്നു, ലെഫ്റ്റ് അടിക്കുന്നു. 25,000 രൂപ പെൻഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നു അല്ലെ. പിന്നീട് ബാറ്റിൽ ഓഫ് തെലഗവോൺ അല്ല, ബാറ്റിൽ ഓഫ് തെൽഗവോൺ അല്ലെ. സ്കോർച്ച്ഡ് എർത്ത് പോളിസി അല്ലെ, നമ്മളിപ്പോ പഠിച്ചു സ്കോർച്ച്ഡ് എർത്ത് പോളിസി എന്താണ്. അതിനുശേഷം ദ ട്രീറ്റി ഓഫ് അല്ലെ, ട്രീറ്റി ഓഫ് വഡ്ഗവോൺ, ട്രീറ്റി ഓഫ് വഡ്ഗവോൺ, ട്രീറ്റി ഓഫ് വഡ്ഗവോൺ അല്ലെ. ഹ്യൂമിലിയേഷൻ ട്രീറ്റി ആയിരുന്നു. ബ്രിട്ടീഷിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ആർമിയെ ബംഗാളിൽ നിന്ന് ബോംബെയിലേക്ക് അയക്കുന്നു. വീണ്ടും യുദ്ധം ഉണ്ടാവുന്നു. അങ്ങനെ ട്രീറ്റി ഓഫ് ഷൽബൈ അല്ലെ, ഒരു ഡ്രോ ട്രീറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോ ആയിട്ട് അവസാനിക്കുന്നു. 20 വർഷത്തേക്ക് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോ ഇതാണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ഐ തിങ്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, PDF ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിടാം. കറണ്ട് പോയതുകൊണ്ടാണ് ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഇടുന്നത്. ഓക്കെ, ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്.